എൻ്റെ ഹൃദയംഗമമായ സ്നേഹവന്ദനങ്ങൾ. Greetings in the matchless name of our Lord and Savior Jesus Christ. ഇന്ന് രാത്രിയിൽ വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ സർവ്വകൃപാലുവായ കർത്താവ് സാവകാശം നൽകിയത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. I give glory and honor to God for giving one more chance to stand in your midst with the word of God. കഴിഞ്ഞ രാത്രിയും ഇന്ന് പകൽ നടന്ന ആരാധനയിലും ദൈവത്തിന്റെ വചനം ഇവിടെ പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവ് അവസരം നൽകി. God gave the opportunity to minister the word last night, the worship service this morning. വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ യോഗങ്ങൾ ക്രമീകരിച്ച ഈ സ്ഥല സഭയ്ക്ക് നേതൃത്വം നൽകുന്ന കർത്തൃദാസന്മാരെയും വാത്സല്യ സഹോദരങ്ങളെയും ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയും കർത്തൃസന്നിധിയിൽ ഹൃദയംഗമമായ കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. With great prayer, this church has organized these meetings. I express my greetings and my thanks to the church pastor and the brothers of this church. ബഹുമാന്യനായ കർത്തൃദാസൻ ആദരണീയനായ പാസ്റ്റർ ചെറിയാൻ പി ചെറിയാൻ, അദ്ദേഹത്തോടൊപ്പം അസോസിയേറ്റ് ശുശ്രൂഷകനായി നിൽക്കുന്ന ബഹുമാന്യ ദൈവഭൃത്യൻ, ഇവിടെയുള്ള അനുഗ്രഹീതരായ ദൈവമക്കൾ, അവരൊക്കെ ആത്മാർത്ഥമായി താല്പര്യപ്പെട്ട് മുൻകൈയെടുത്ത് ക്രമീകരിച്ച യോഗത്തിൽ ഇതിന്റെ പുറകിൽ അധ്വാനിച്ച എല്ലാ കരങ്ങൾക്കും കർത്താവുന്ന ധാരാളമായ പ്രതിഫലം നൽകട്ടെ. Great minister of God, Pastor Cherian Picharian and Pastor Givaris Chaco and the team that stood with him with great prayer and with great desire, they organized this meeting. I pray that the Lord may richly bless. കർത്താവിന്റെ ദാസൻ ചെറിയാൻ പി ചെറിയാൻ അവരുടെ ഭവനത്തിൽ പാർത്തുകൊണ്ട് ഈ പട്ടണത്തിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ അവസരം ലഭ്യമായി. I was privileged to reside in the house of Pastor Cherian P. Cherian and minister the word of God. അദ്ദേഹത്തിന്റെ സഹധർമ്മണി പ്രിയാന്റിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. I also thank his wife Auntie for the blessings. ശാരീരികമായി വളരെ ബലഹീനയെങ്കിലും ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് നൽകുന്ന കരുതലും ആത്മാർത്ഥതയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. Though physically she is weak, I thank her for all hospitality. കർത്തൃ ശുശ്രൂഷയിൽ തന്റെ ഭൃത്യന്മാരെ ദൈവം ഈ പട്ടണത്തിൽ തുടർന്ന് ഉപയോഗിക്കട്ടെ. Let the Lord use his ministers in the city one more time. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രിത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നാളെ രാവിലെ സമയം ഞാൻ ഡാളസിലേക്ക് മടങ്ങുകയാണ്. If the Lord permits, after tonight's meeting, I will be going back tomorrow to Dallas. ഈ ആഴ്ച ഡാളസിൽ PMG സഭയുടെ വാർഷിക ഫാമിലി കോൺഫറൻസ് നടക്കുന്നു. അതിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കണം. In Dallas this weekend, it's the PMG conference, and if God permits, I want to minister there. തുടർന്ന് ന്യൂയോർക്കിൽ നടക്കുന്ന 3 കൺവെൻഷനുകളിൽ വചനം പ്രസംഗിച്ച് അടുത്ത തിങ്കളാഴ്ച വൈകിട്ട് ഞാൻ നാട്ടിലേക്ക് മടങ്ങുന്നു. After that, 3 nights in New York, I will be ministering the word of God and will be returning back to India. റാന്നിയുടെ ഹൃദയഭാഗത്ത് റാന്നി ടൗൺ IPC സഭയിൽ ഞാൻ പാസ്റ്ററായിട്ട് ശുശ്രൂഷകന്റെ സേവനം അനുഷ്ഠിക്കുന്നു. In the center of Rani, I minister as the pastor there. IPC ടൗൺ ചർച്ചിന്റെ ശുശ്രൂഷകനായി കർത്താവിൽ അധ്വാനിക്കുന്നു. I also minister as the IPC town church ഏതാണ്ട് pastor. 19 വർഷമായി ഞങ്ങൾ അവിടെ കുടുംബമായി കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നു. For the past 19 years, we were been ministering in that city. 76ഓളം കുടുംബങ്ങൾ കൂടി വരുന്ന അനുഗ്രഹീതമായ ഒരു സഭ, ഒരു കൂടിവരവ് ഞങ്ങൾക്ക് അവിടെയുണ്ട്. We have a church with an attendance of 76 families. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുവാനായിട്ട് അപേക്ഷിക്കുന്നു. We covet your valuable prayers. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന ഈ സ്ഥലം സഭയുടെ ഗായക സംഘത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. I thank God for the wonderful choir that we have who lead us into worship. അവരുടെ മനോഹരമായ പാട്ടുകൾ ഏറെ ഹൃദയസ്പർക്കായിരുന്നു. Their songs were really ministering to our hearts. ഈ പട്ടണത്തിന്റെ വിവിധ മേഖലകളിൽ ത്യാഗപൂർവ്വം കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാരിൽ പലരെയും ഇന്ന് രാത്രി ഇവിടെ കാണുന്നു. I see many ministers who minister in the city with great zeal for the Lord. അവരുടെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഈ വേദിക്ക് വിലപ്പെട്ടതാണ്. Their presence is a great blessing through the stage. ഞാൻ ക്രിസ്തുവിൽ പിതൃതുല്യം ആദരിക്കുകയും ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകന്മാരിൽ ഒരുവനുമായ പാസ്റ്റർ എബ്രഹാം ജോർജ് ഇന്ന് രാത്രി ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. Pastor Abraham George, whom I dearly love as a fatherly love, he's in our midst tonight. ആലപ്പുഴ മേഖലയിൽ തന്റെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നേറുന്നതിൽ സാക്ഷ്യം വഹിപ്പാൻ എനിക്കും ഇടയായിട്ടുണ്ട്. In Alapura district, he ministers there, and I have witnessed what he does for the Lord. കർത്താവ് തന്റെ ഭൃത്യനെ അനുഗ്രഹിക്കട്ടെ. May the Lord bless the anointed ഇന്ന് one. രാത്രി നമുക്ക് ഒന്നിച്ച് ദൈവമുഖത്തേക്ക് നോക്കാം. Shall we look together at the face of ഈ God? രാത്രി കർത്താവ് നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. Tonight, God is in our midst. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ, those who believe, if you gaze your eyes, തേജസ്സോടെ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉലാവുന്ന കാഴ്ച നമുക്ക് കാണാൻ you can see the picture that he is gloriously moving in our midst. അവന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ, those who experience his presence, അവന്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ
whenever they experience that presence, അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. they give worship as a token of their appreciation. അകം കത്തുന്ന ഒരു ദൈവവൈതലിന് ദൈവസന്നിധിയിൽ വാ പൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. A person whose heart is really burning cannot be quiet in the അവർ presence of God. പ്രാപിച്ച ദൈവകൃപയോടെ സ്ഥലകാല പരിതസ്ഥിതികൾക്ക് അതീതമായി കർത്താവിനെ ആരാധിക്കും. What they receive, they will forget their surroundings and start praising God. ഇന്ന് രാത്രി ഇവിടെ ഒരു ആത്മീയ യുദ്ധം നടക്കാൻ പോകുകയാണ്. Tonight here is a spiritual warfare going to happen. ഇത് മതത്തിനെതിരായിട്ടോ സംഘടനകൾക്കെതിരായിട്ടോ നടത്തുന്ന യുദ്ധമല്ല. This is not a warfare against religion, organization against organization. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ സാത്താനോടും അവന്റെ സംഘത്തോടും നടത്തുന്ന പോരാട്ടമാണ് സുവിശേഷ പ്രസംഗം. It is children of God purchased by the blood of Jesus Christ, waging a warfare with the powers of darkness. ഈ യുദ്ധം ഇന്ന് രാത്രി ഇവിടെ ജയിക്കണമെങ്കിൽ ആരാധനയും പ്രാർത്ഥനയും ഈ രാത്രി ഇവിടെ In ഉയരണം. order for us to get victory in this warfare, there should be prayer and worship. ഏലിയാവിന്റെ യാഗപീഠത്തിന്റെ ഭംഗി കൊണ്ടല്ല, It is not because of the beauty of the altar of അവിടെ Elijah. ഇറങ്ങിയ തീയുടെ മുൻപിലാണ് ബാലിന്റെ ശക്തികൾ മുഴങ്കാൽ മടക്കിയത്. It was the fire that was manifested that made the prophets of Baal bow their knees. എന്റെ പ്രസംഗത്തിന്റെ ചാതുര്യം കൊണ്ടല്ല, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഇവിടെ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി സംഭവിക്കേണ്ടത്. It is not how good I preach the message, it is the presence of God that is being in our midst. തികച്ചും ഏകാഗ്രതയോടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരുവെഴുത്തിലേക്ക് സ്വാഗതം With ചെയ്യുന്നു. great attentiveness may I lead you into the word of God. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും വളരെ പ്രാവചനിക പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് വേദഭാഗങ്ങൾ ഇവിടെ വായിച്ചുകൊണ്ട് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്തൃകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു. I am trusting in the presence of the Lord and would like to read two prophetic scripture and share the message that the Lord has laid in my heart. മത്തായി സുവിശേഷം 24-ാം അധ്യായം Gospel of Matthew chapter 24. 36, 37, 38, 39 വാക്യങ്ങൾ. 36, 37, 38 verse. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 26 മുതൽ ഉള്ള 1-2 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് തിരുവെഴുത്തിലേക്ക് കടക്കാം. ആ നാളും നാഴികയും സംബന്ധിച്ചോ, മത്തായി 24-36 മുതൽ, ആ നാളും നാഴികയും സംബന്ധിച്ചോ, എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. ലൂക്കോസ് 17-26, 27, 28 വാക്യങ്ങൾ കൂടെ വായിച്ചാട്ടെ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തുനിന്ന് തീയും ഗന്ധകവും പെയ്തു എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെ ആകും. നമുക്ക് ഒരു നിമിഷം തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയുടെ ശബ്ദം ദൈവത്തെങ്കിലേക്ക് ഉയരട്ടെ. Let everyone praise God. എല്ലാ നാവുകളിൽ നിന്നും ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ഉയരട്ടെ. From every mouth let prayer come in unison. ഒരധരം പോലും ഇന്ന് രാത്രി ഇവിടെ അടഞ്ഞിരിക്കരുത്. There should be no mouth that is silent here. ഈ രാത്രിയിൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടുന്ന രാത്രിയാകണം. Certain people's names should be written in the book of life tonight. ഇന്ന് രാത്രിയിൽ ചില ഇരുട്ടിന്റെ ബന്ധനങ്ങൾ ഉടഞ്ഞു മാറുന്ന രാത്രിയാകണം. Tonight the powers of darkness should be broken down tonight. യേശുവിന്റെ കരം ചില വ്യക്തികളെ ഇന്ന് രാത്രിയിൽ തൊടുന്ന രാത്രിയാകണം. Jesus' hand is going to touch certain people. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ അധികാരത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിയ those who are being enfilled by the Spirit start praising God with the power. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, the presence that was revealed on Mount Horeb. സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിന്റെ തേജസ്, in Mount Sinai the presence of God came. പത്മോസിൽ ഇറങ്ങിയ ദൈവപുത്രന്റെ കരം, the hand that was revealed in Patmos. ദമസ്കോസിന്റെ പടിവാതിക്കൽ ചലിച്ചിറങ്ങിയവന്റെ കരം, in the walls of Damascus where this hand came. ഇന്ന് രാത്രി യോഗത്തിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ മീതെ നിഴൽ വിരിക്കുന്ന രാത്രിയാകണം.
tonight also that very hand should be demonstrated among the people. സ്വർഗ്ഗത്തിലും ഭൂമിക്കും നാഥനായ നസറേയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ In the name of Jesus, who has the authority of heaven and earth. ഇന്ന് രാത്രിയിൽ നാഥ പിതാവേ ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. Lord, tonight we seek your face. ഈ ജനത്തെ കണ്ടിന്ന് രാത്രി ഇവിടുന്ന് മനസ്സലിയണമേ. Look upon your people and have mercy. ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കറിയില്ല. We do not know who are gathered here. എന്നാൽ അങ്ങ് അറിയാത്ത ആരും ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടില്ലാത്തത് കൊണ്ട് സ്തോത്രം. But there is no one that you do not know have come here. കർത്താവേ ഇന്ന് രാവിലെ മുതൽ ഞങ്ങളുടെ തലയിൽ നിന്ന് എത്ര രോമങ്ങൾ പൊഴിഞ്ഞു പോയി എന്ന് ഞങ്ങൾ അറിയുന്നില്ല. We do not know how many hair fell from our body today. എന്നാൽ അങ്ങ് അറിയാതെ ഒരു രോമം പോലും ഞങ്ങളുടെ തലയിൽ നിന്ന് പൊഴിഞ്ഞിട്ടില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. But we know that there is not even one hair that did not fall without your ഇന്ന് knowledge. രാത്രി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമേ. Tonight give answers to our questions. വ്യക്തികളുടെ പ്രതിസന്ധികളുടെ മേൽ നിന്റെ കരം ചലിച്ചിറങ്ങുന്ന രാത്രിയാക്കണമേ. Tonight let your hand be demonstrated in people's needs. അങ്ങേ പ്രതിധ്വനിപ്പിപ്പാൻ ബലഹീനനായ എളിയവന് കൃപ പകരണമേ. Let us reflect you in this presence. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus. ഒരിക്കൽ കൂടെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം Once അർപ്പിച്ചാട്ടെ. again lift those hands and praise God. തികച്ചും ഏകാഗ്രതയോടെ നമുക്ക് ഇന്ന് രാത്രി ദൈവസന്നിധാനത്തിലായിരിക്കാം. Shall be very attentive in the presence of God. ഞാനിവിടെ പ്രസംഗിക്കുന്ന വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായി മനസ്സിലാകണമെന്ന് ഞങ്ങളും ദൈവവും ആഗ്രഹിക്കുന്നു. We and God desire that you very well understand what we preach. ലോകത്തിന്റെ കലാപരിപാടികളും സുവിശേഷ പ്രഭാഷണവും തമ്മിൽ അടിസ്ഥാനപരമായ ചില വ്യത്യാസങ്ങളുണ്ട്. There are some basic foundational difference between art programs and the gospel meeting. നമ്മുടെ നാട്ടിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ മിമിക്രിയും മോണോആക്റ്റും സ്റ്റേജ് നാടകങ്ങളും സ്റ്റേജ് ഷോയും ഒക്കെ കലാപരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കാറുണ്ട്. In our country we see different entertainment programs like mimicry, comedy and entertainment dramas. ഈ കലാപരിപാടിക്കാരന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, സദസ്സിനെ കുടുകൂടെ ചിരിപ്പിക്കണം. These entertainers, their only desire is they want the audience to laugh. കാര്യം എന്താണെന്ന് സദസ്സിന് പിടികിട്ടരുത്. They should never know what is the true scene is. കാര്യം പിടികിട്ടി പോയാൽ ഇതേ ചരക്ക് തന്നെ അടുത്ത സ്റ്റേജിൽ ഇറക്കാൻ അവനെ കൊണ്ട് പറ്റില്ലല്ലോ. If they understand what is the script behind it, they cannot introduce this on a different stage. കാര്യം പിടികിട്ടരുത്, സദസ്സിനെ കുടുകൂടെ ചിരിപ്പിക്കണം. They should not understand the reality, but they should be laughing all the time. ഇത് കഴിഞ്ഞ് എന്താ അവിടെ നടന്നതെന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ലെന്നേ പറയാവൂ. If somebody asks what happened, they should say we do not know, but we were entertained. പത്തനംതിട്ട ടൗണിൽ റോഡ് കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, In Pathanamthitta town, there was a strike going on. ഈ സമയം ഏറ്റവും പുറകിലിരിക്കുന്ന മത്സരത്തിനിരിക്കുന്ന ആ സമരക്കാരന്റെ തോളിൽ തട്ടിക്കൊണ്ട് വഴിയെ വന്ന ഒരാൾ ചോദിച്ചു, എന്താ ഇവിടെ നടക്കുന്നേ? A person walking by came to ask the procrastinators, what is going on here? A man sitting all the way in the back. അപ്പൊ ഇവൻ തിരിച്ച്, ഈ സമരക്കാരൻ തിരിച്ച്, ഈ പാർട്ടിക്കാരൻ തിരിച്ച് ഈ ചോദിച്ച ആളിനോട് പറയാ, The person is answering the question. 300 രൂപയും ചെലവും കിട്ടും, അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? He said, I get $300. Should I ask what's going on? അപ്പോ എന്താന്ന് പുള്ളിക്ക് അറിയില്ല. 300 രൂപയും ചെലവും കിട്ടും അന്ന് കുത്തിയിരിക്കാൻ. He has no idea what's going on. He only knows I get $300. കാര്യം എന്താന്ന് മനസ്സിലാകാതെ കീജെ വിളിക്കുന്നവരായിരിക്കരുത് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ. Children of God should be not the people just praising without understanding what they are praising for. ഇവിടെ എന്താ സംസാരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നന്നായി പതിയണം എന്ന് ഞങ്ങളും ദൈവവും ആഗ്രഹിക്കുന്നു. We and God desire that this should be grounded very well in your heart. സദസ്സിനെ രസിപ്പിക്കുകയാണ് കലാപരിപാടിക്കാരൻ ഉദ്ദേശമെങ്കിൽ നിത്യതയ്ക്കായി നിങ്ങളെ ഒരുക്കുകയാണ് തിരുവെഴുത്തിന്റെ ഉദ്ദേശം. If the entertainer wants to entertain you, the word of God desires you to make you ready for eternity. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പുനരാഗമനത്തോട്, യുഗത്തിന്റെ സന്ധിയോട്, കാലത്തിന്റെ കടശി ദിനങ്ങളോട് നാം അതിവേഗം അടുക്കുകയാണ്. We are coming to the very last days where our God is going to come back. യേശുക്രിസ്തുവിന്റെ പുനരാഗമനം കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ ദൈവം വേർതിരിച്ച ദൈവമക്കളാണ് എന്റെ മുൻപിൽ ഇരുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that children of God who are sitting here are the people who are blessed to see the very coming of our Lord. നമ്മുടെ ഈ തലമുറ മരണത്താൽ ഇവിടുന്ന് മാറുന്നതിന് മുൻപ്, before our generation passes by death, നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ശവപ്പെട്ടി കയറി വരുന്നതിന് മുൻപ്, before the casket comes into our house, നമുക്ക് വേണ്ടി ഇവിടെ ഒരു ശവക്കുഴി ഒഴുകുന്നതിന് മുൻപ്, before a grave is being prepared for us, ഈ തലമുറ മരണത്താൽ തുടച്ചു മാറ്റപ്പെടുന്നതിന് മുൻപ് നാം ആരാധിക്കുന്ന കർത്താവ് ഈ ആകാശ മേഘങ്ങളിൽ മടങ്ങി വരത്തക്ക വിധം സംഭവം
ജീവിതത്തിന്റെ ഒടുവിലത്തെ പേജുകളിലേക്ക് അടുക്കുകയാണ്. Before this generation passes away by death, we have reached the final moments where we are going to see the glorious arrival of our Lord. വേദപുസ്തകത്തിലെ പ്രവചനങ്ങളൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. We need to understand that first of all, none of the prophecies in the Bible have come for any reason. വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ ഏറെ ഗൗരവമേറിയതാണ്. Every prophecy in the Bible is of very great importance. എല്ലാ മതത്തിന്റെയും പുറകിൽ പ്രവചനത്തിന്റെ പേരിൽ ജനത്തെ ചൂഷണം ചെയ്യുന്ന വിഭാഗങ്ങളുണ്ട്. After every religion, they behind prophecy they try to take advantage of people. ലോകത്തിലെ ഉന്നതന്മാർ പോലും പ്രവചനത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. Even the great leaders of the world have given much importance to prophecy. 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ക്രൈസ്തവ സന്യാസിയാണ് നോംസ്ട്രാംസ്. Nostram was a person who lived in the 15th AD. കത്തിച്ചു വെച്ച ശരറാന്തരന് മുൻപിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് Upon a burnt offering he was standing. തന്നെ തേടിയെത്തുന്ന ചൈതന്യത്തിന്റെ പ്രേരണയാൽ താൻ പ്രവചിക്കുന്ന പ്രവചനങ്ങൾ അത് നോംസ്ട്രാംസിന്റെ പ്രവചനങ്ങൾ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നു. In history is known that he is seeking for a source that is going to give him information. ഇന്ദിരാഗാന്ധി അംഗരക്ഷകരുടെ വെടിയേറ്റ് വീഴുമെന്ന്, And Indira Gandhi would be dying by his own soldiers. രാജീവ് ഗാന്ധി ചിതറിത്തെറിക്കുമെന്ന്, And Rajiv Gandhi's body will be scattered. അമേരിക്കയിൽ പെന്റഗൺ ദുരന്തം ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച്, And in America destruction is happening. എന്തിന് മതത്തിന്റെ പേരിൽ ലോകത്തിൽ ചോരക്കുരുതികൾ നടക്കുന്നതിനെ കുറിച്ച്, And he said on the basis of religion there will be bloody war. മധ്യപൂർവ്വ പ്രദേശം എണ്ണപ്പണത്താൽ കുതിച്ചുയരുന്നതിനെ സംബന്ധിച്ച്, And he said the Middle East filled with oil. ഇതൊക്കെ അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നു. His disciple says he has prophesied all these matters. ആ പ്രവചന ഗ്രന്ഥം എന്റെ കയ്യിലിരിപ്പുണ്ട്. I also have a copy of that. അത് ഞാൻ ആവർത്തിച്ച് വായിച്ചിട്ടുണ്ട്. I have read that many times. എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. I understood one thing. അതിനകത്തുള്ളത് ഏത് കാലത്തും എവിടെയും വ്യാഖ്യാനിച്ച് പ്രവചനത്തിൽ കൊള്ളിക്കാം. Things could be mentioned anywhere in any time and could be described. 2025 ആ കാലത്തിന് തക്കവണ്ണം ആ പ്രവചനം വ്യാഖ്യാനിക്കാം. If we reach 2025, we could use the same prophecy and explain. എന്നാൽ നിങ്ങൾ ഓർക്കണം, 1939 മുതൽ 45 വരെ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയം. In 1939 to 45 was the Second World War. യുദ്ധത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന പടയാളികളുടെ ആത്മവീര്യം തകർക്കാൻ, In order to lose the courage of the soldiers, നോംസ്ട്രാംസിന്റെ പ്രവചനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിച്ച് ഫ്ലൈറ്റിൽ വിതരണം ചെയ്യുവാൻ മത്സരിച്ച, ഹെലികോപ്റ്ററിൽ വിതരണം ചെയ്യുവാൻ മത്സരിച്ച രാജ്യങ്ങൾ ഇവിടെയുണ്ട്. there were countries here that distributed the prophecies of Nostradamus because they wanted to build courage in them. എന്നാൽ വേദപുസ്തക പ്രവചനം ഇതുപോലുള്ള പ്രവചനമല്ല. But the prophecies of the Bible are not in that manner. ഒരു പ്രവചനം പ്രവചനമായിരിക്കണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ ചില മാനദണ്ഡങ്ങളുണ്ട്. There are some certain criteria that should meet for a prophecy to be called a true prophecy. വായിൽ വരുന്നതെല്ലാം വിളിച്ചു വരുന്നതല്ല പറയുന്നതല്ല പ്രവചനം. Everything that you speak out of your mouth is not prophecy. അതിൽ ഒന്ന് രണ്ട് കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. Let me point out one, two or three. ഒരു യഥാർത്ഥ സത്യപ്രവചനത്തിന് അടിസ്ഥാനപരമായി ബാധകമായ ഘടകങ്ങൾ. There are some basic things that needs to fulfill the meaning of a prophecy. ഒന്ന്, പ്രവചനം നിറവേറുന്നതിന് മുൻപ് പ്രഖ്യാപിച്ചതായിരിക്കണം. Before a prophecy is fulfilled, it should be proclaimed. നിറവേറി കഴിഞ്ഞ കാര്യം ചെകഞ്ഞെടുത്ത് പറയുന്നതല്ല പ്രവചനം. After a thing has been already established, finding out some source and saying it's not prophecy. പ്രവചനം നിറവേറുന്നതിന് മുൻപ് പ്രഖ്യാപിച്ചതായിരിക്കണം. Before the thing happens, you should prophesy. പ്രവചന പ്രഖ്യാപനത്തിനും നിറവേറലിനും ഇടയിൽ വ്യക്തമായ ഒരിടവേള ഉണ്ടായിരിക്കണം. When the prophecy is said and to the time when the prophecy is fulfilled, there should be a period. വിശദീകരിക്കാതെ പറയട്ടെ, പ്രവചനം പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രവചനം മാനുഷിക കാഴ്ചപ്പാടുകൾക്കും ധാരണകൾക്കും അതീതമായിരിക്കണം. When a prophecy is mentioned, it should be beyond human imaginations and limitations. ഈ പ്രവചനം മാനുഷിക സങ്കല്പങ്ങൾക്ക് അതീതമായിരിക്കണം. This prophecy should be more than human imagination. ഈ പ്രവചനം വിശദാംശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പ്രവചിച്ചിരിക്കണം. And the prophecy should be very clear and detailed. എന്ന് പറഞ്ഞാൽ കുട്ടിയാണാകാനും പെണ്ണാകാനും സാധ്യതയുണ്ടെന്നോ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്നോ മട്ടിലല്ല, പ്രവചനം വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് പ്രവചിച്ചിരിക്കണം. You should not prophesy the child that is going to be born. It might be a boy or a girl. It might rain or not rain. It should be very clear and specific. പ്രവാചകനോ തൽപര കക്ഷികൾക്കോ പ്രവചന നിറവേറലിൽ യാതൊരു കൈകടത്തലും ഉണ്ടാകരുത്. And the prophet who is prophesying and the recipient, there should be no any kind of involvement. വിളക്കിന്റെ ചുവട്
വീടിന്റെ പിൻപിലെ കയ്യാലയുടെ ദ്വാരത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് പ്രാർത്ഥിച്ചെടുക്കുന്ന വിദ്വാൻമാരുണ്ട്. There are people who hide things behind a wall and say things are hidden and take out. There are people like that. അവന്റെ കയ്യിലിരിപ്പ് തന്നെയാണ് ആ നിറവേറലിന്റെ പുറകിൽ. And what he says is the work of his own hand that he's saying. പ്രവാചകനോ തൽപര കക്ഷികൾക്കോ ഈ നിറവേറൽ യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. The prophet or the including people should have no kind of involvement. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, most important thing, ആ പ്രവചനം നിറവേറേണ്ട സമയം അടുക്കുമ്പോൾ, when the time of the prophecy is about to be due, ആ പ്രവചനം എല്ലാ വശത്തും എല്ലാ കാര്യത്തിലും കൃത്യമായി നിറവേറണം. it should be on time in all areas. അങ്ങനെ ചരിത്രത്തിൽ നിറവേറ്റപ്പെട്ട ഒരു പ്രവചന പുരുഷനെ ലോകം കണ്ടിട്ടുള്ളൂ. അത് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനായ യേശുവാണ്. And there is only one prophet that has prophesied in that manner, and that is the person I preach, that is Jesus Christ. എന്റെ യേശുവിനെ പോലെ ചരിത്രം അറിഞ്ഞൊരു പ്രവചന പുരുഷനെ ലോകം കണ്ടിട്ടില്ല. There is no person like my Jesus that the world has ever seen as a prophet. പ്രവചിച്ചതുപോലെ ഈ മണ്ണിൽ ജനിച്ച ഒരുവനുണ്ടെങ്കിൽ രാത്രി നാം പ്രസംഗിക്കുന്ന യേശുവാണ്. Prophecy after prophecy after prophecy, the only one person that was born out of that prophecy was Jesus. ഞാൻ അങ്ങ് റാന്നി ജനിച്ചതും നമ്മളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ജനിച്ചതും ആരും പ്രവചിച്ചിട്ടൊന്നുമല്ല. I was born in Rani, and you all were born at different places. It was not because of a prophecy of somebody. നമ്മളൊക്കെ വന്ന കൂട്ടത്തിൽ അങ്ങ് വന്നതാണ്. We came that way. എന്നാൽ യേശു വന്ന കൂട്ടത്തിൽ വന്നവനല്ല. Jesus did not come in that manner. അവൻ പ്രവചിച്ചതുപോലെ വന്നവനാണ്. He came as he was prophesied. അവൻ എവിടെ ജനിക്കുമെന്ന്, where he would be born, ആ ജനനം സാധാരണ ജനനമല്ല, ഒരു സ്ത്രീയുടെ സന്തതിയായിട്ടായിരിക്കുമെന്ന്. and it will not be an ordinary birth, it will be birth from a woman. ആ സ്ത്രീ കേവലം സ്ത്രീയല്ല, ഒരു കന്യകയായിരിക്കുമെന്ന്. And that will be just not be a woman, but it will be a virgin. ആ കന്യക കേവലം കന്യകയല്ല, അബ്രഹാമിന്റെ ജീനിയോളജിയിൽ ജന്മം കൊള്ളുന്ന വ്യക്തിയായിരിക്കുമെന്ന്. And she will not only be a virgin, but she will be on from the genealogy of Abraham. അത് ഇസഹാക്ക് യാക്കോബ് വംശാവലിയിൽ രംഗത്ത് വരുമെന്ന്. That means Isaac and Jacob all will come in that genealogy. അവന്റെ ജനനവേളയിൽ ഇവിടെ കൂട്ട ശിശുവധം നടക്കുമെന്ന്. At the time of his birth there will be execution of little children. ആ മരണസമയം ഈ കുടുംബം ഈജിപ്തിലേക്ക് ചേക്കേറേണ്ടി വരുമെന്ന്. At that time this family will have to move to Egypt. അവിടെ പാർക്കുന്ന സമയം ഇവിടുത്തെ രാജാവ് മരിക്കേണ്ടി വരുമെന്ന്. And while they are living there, the king who reigns here should die. മരിച്ചു കഴിഞ്ഞ് ഈ കുടുംബം മടങ്ങി വന്ന് നസ്രേത്ത് എന്ന കുഗ്രാമത്തിൽ പാർക്കുമെന്ന്. And after his death he will be raised up in Nazareth. നസ്രേത്തിൽ പാർക്കുന്നതിനാൽ അവനെ നസ്രായൻ എന്ന് വിളിക്കേണ്ടി വരുമെന്ന്. And because he lived in Nazareth, he will be called the Nazarene. അവൻ 30-ാമത്തെ വയസ്സിൽ യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ യോർദാനിലേക്ക് ഇറങ്ങി വരുമെന്ന്. And at the age of 30 he will come to be baptized by John in Jordan. അവൻ സ്നാനമേൽപ്പിക്കുമ്പോൾ ആത്മാവ് പ്രാവരൂപേണ അവന്റെ മേൽ അധിവസിച്ചിറങ്ങുമെന്ന്. And when he is taking the water baptism, a dove will come upon him. അവൻ രോഗികളെ സൗഖ്യമാക്കി അത്ഭുതങ്ങൾ ചെയ്ത് നാടെങ്ങും സഞ്ചരിക്കുമെന്ന്. He will be healing the sick and he will be going all around the town. അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ 33.5 തിരുവയസ്സുള്ള ശിഷ്യന്മാരുടെ ഒരുത്തൻ 30 വെള്ളിക്കാശിനവനെ ഒറ്റിക്കൊടുക്കുമെന്ന്. And one of his disciples at the age of 33.5 will betray him for 30 silver coins. ഒറ്റിക്കൊടുത്തവൻ ഒറ്റിക്കൊടുത്തിട്ട് കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. And the person who betrays him will hang himself. അവന്റെ കുടൽ തെറിച്ച് നടുവേ പിളർന്നു പോകേണ്ടി വരുമെന്ന്. And his body will split and his intestines will be shattered. എന്റെ യേശുവിന്റെ മരണം കൈകാലുകൾ തുളയ്ക്കുന്ന ഒരു വധയന്ത്രത്തിൽ ഒരു കുലയുപകരണത്തിലായിരിക്കുമെന്ന്. And he said it will be in the way he will be crucified will be on a tree. കഴുത്ത് വെട്ടിയും കല്ലെറിഞ്ഞും കുറ്റവാളികളെ കൊല്ലുന്ന കാലത്ത് വധരീതി അജ്ഞാതമായിരിക്കുമ്പോൾ തന്നെ പ്രവചിക്കുന്നു യേശുവിന്റെ മരണം കൈകാലുകൾ തുളച്ചായിരിക്കുമെന്ന്. Not knowing how the execution process will be, they did not mention he will be stoned or beheaded, but very specifically said how he will. രാജാക്കന്മാർ കൊട്ടാരത്തിൽ പിറക്കുമ്പോൾ ഈ രാജാവ് പിറക്കുന്നത് ബേദലഹേം എന്ന കുഗ്രാമത്തിലായിരിക്കുമെന്ന് പ്രവചിച്ചതുപോലെ തന്നെ ഇവന്റെ മരണം കൊടും കള്ളന്മാരുടെ നടുക്കായിരിക്കുമെന്നാണ് പ്രവചനം. Amen. When kings are being born in royalty in royal palace, he will be born in a manger and his death will be among thieves. ഇവന്റെ മരണവേളയിൽ പ്രകൃതി ഇരുട്ടിൽ മറയും.
മറയുമെന്ന്. And in time of his death, the nature will turn dark. അവന്റെ മരണസമയം അവന്റെ ശത്രുക്കൾ അവന്റെ അങ്കിക്കായി ചീട്ടിടേണ്ടി വരുമെന്ന്. At the time of his death, they will cast lots for his garment. സഹക്രൂശിതരുടെ അസ്ഥി ഒടിച്ചതുപോലെ ഇവന്റെ അസ്ഥി ഒടിക്കേണ്ടി വരികയില്ലെന്ന്. As other people who were hung, their bones were broken, but his bones will not be broken. ഇവന്റെ മരണം കൊടുങ്കള്ളന്മാരുടെ നടുവിലാണെങ്കിലും ഇവന്റെ ശവമടക്കം ഒരു ധനവാന്റെ ശവകുടീരത്തിലായിരിക്കുമെന്ന്. Though he will be dying among thieves, he will be buried among the rich. എന്നാൽ ശവക്കല്ലറയിൽ അടക്കപ്പെട്ടെങ്കിലും മരണത്തിന്മേൽ ജയമെടുത്ത് ദ്രവത്വത്തെ തോൽപ്പിച്ച് കടം വാങ്ങിയ കല്ലറ മടക്കിക്കൊടുത്ത് അവൻ മൂന്നാം നാൾ ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. But he will be put in a grave, but he will break mortality, and he will be coming out of that tomb and give back the tomb back to its owner. അവൻ തന്നെ ശിഷ്യവൃന്ദങ്ങളുടെ നടുവിൽ വെളിപ്പെട്ടു വരുമെന്ന്. And he will be appearing back again to his disciples. അവർ കാണി അവൻ സ്വർഗാരോഹണം ചെയ്യുമെന്ന്. And in their presence he will ascend to heaven. കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് അവൻ ആത്മാവിനെ പകർന്നു കൊടുക്കുമെന്ന്. And those who wait upon him, he will give them the Spirit. എഴുതിവെച്ച വചനം ചരിത്രത്തിൽ കൃത്യമായി നിറവേറിയെങ്കിൽ അവൻ മേഘാരൂഢനായി മടങ്ങി വരുമെന്ന പ്രവചനം നിറവേറാതിരിക്കുമോ? കൃപ ലഭിച്ച ദൈവമക്കൾ വിളിച്ചു പറയുന്നു, നാഥൻ മടങ്ങി വരും. അത് യാഥാർത്ഥ്യമായിരിക്കും. If this was written and this has been revealed, would not he come back again in the clouds soon? ഈ രാത്രിയിൽ കൃപ ലഭിച്ച ദൈവത്തിന്റെ ജനത്തിന്റെ കണ്ണുകൾ ഉയരട്ടെ. മുൾമുടി അണിഞ്ഞ് രക്തധാരിയായവൻ പൊന്മുടി ചൂടി തേജോധാരിയായി മടങ്ങി വരുന്ന കാഴ്ച ഈ തലമുറയിൽ കാണാൻ വേർതിരിക്കപ്പെട്ട ദൈവമക്കളാണ് എന്റെ മുൻപിൽ നിന്ന് കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കൾ. Children of God, believe the one who was thrown with thorns is going to come back with a crown, and he will come and take you. ആ പ്രവചനം അത് എപ്പോൾ സംഭവിക്കും? When is that prophecy going to come? എന്റെ മുൻപിലിരിക്കുന്ന സഹോദരങ്ങൾ ശാന്തമായി കേൾക്കുക. Brothers, you have to pay great attention. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ബഥാനിക്കും ബത്ഭാഗയ്ക്കും ഇടയിൽ നിന്ന് ഒരു കഴുതമേൽ കയറി യെരൂശലേമിലേക്ക് വരികയാണ്. My God, Lord Jesus is coming from Bethania on a donkey. അവന്റെ യാത്രാ മൃഗം ഒരു കഴുതയാണ്. His journey on a donkey. കഴുത പ്രവാചക വാഹന മൃഗമാണ്. It is the use mobile of a prophet. അവൻ ഒറ്റയ്ക്കല്ല യാത്ര, പരിവാര സമേതമാണ്. It is not by himself, it's with the family. പരിവാരം രാജാക്കന്മാരുടെ പദവിയാണ്. It is the family is of a royalty. അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ ബലി കഴിപ്പാൻ For Isaac to be offered to God, മോറിയായിൽ ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരുത്തിക്കൊണ്ട് and bringing that stone that was in Moriah to കല്ലുകൊണ്ടും the most holy place, കല്ലുകൊണ്ടും വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ ജെറുസലേം ദൈവാലയത്തിലേക്ക് and bringing back into the temple in Jerusalem. അവർ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ അശുദ്ധിയുടെ പദ്ധതികൾ കർത്താവ് അവിടെ കാണുകയാണ്. And God sees that there was evil there. കയ്യിൽ ചാട്ടവാറെടുത്ത് പ്രതികരിക്കുന്നതോടുകൂടെ ദേവാലയ അധികാരികൾ യേശുവിനെ പിടിച്ച് പുറത്താക്കി. He took a whip and started whipping them, and the officials of the church put him out. ദേവാലയ ശുദ്ധീകരണം ഒരു പുരോഹിതന്റെ ഡ്യൂട്ടിയാണ്. And cleanliness of a church is the duty of a priest. വാഹന മൃഗം കൊണ്ട് ഇവനൊരു പ്രവാചകനാണെന്നും By looking at his mobile, he is a prophet. യാത്രാ പരിവാരം കൊണ്ട് ഇവനൊരു രാജാവാണെന്നും And the way he travels look like a king. ദേവാലയ ശുദ്ധീകരണം കൊണ്ട് ഇവനൊരു പുരോഹിതനാണെന്നും And for the cleanliness of a temple, he looks like a priest. ആ ജനത്തിന്റെ പ്രവാചകനായി, ആ ജനത്തിന്റെ പുരോഹിതനായി, ആ ജനത്തിന്റെ രാജാവായി അവൻ യെരൂശലേമിലേക്ക് ചെല്ലുന്നു. And he is the prophet of that generation, priest of that generation, king of that generation. അവർ അവനെ പുറത്താക്കി. They put him out. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടെ അവൻ യെരൂശലേമിനോട് യാത്ര പറയുകയാണ്. And he is with tears leaving Jerusalem. യെരൂശലേമേ, യെരൂശലേമേ, Jerusalem, Jerusalem. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ചേർക്കുന്നത് പോലെ നിന്നെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. I had so much desire to put you around my നിനക്കോ arms, മനസ്സായില്ല. but you did not have the will. നിന്റെ ഭവനം ശൂന്യമായി പോകും. Your house will become void. യഹൂദ സമുദായത്തിന് വരുവാൻ തുടങ്ങുന്ന ദുരന്തത്തെ പ്രവചിച്ചുകൊണ്ട് യേശു യെരൂശലേം ദൈവാലയത്തോട് യാത്ര He പറയുകയാണ്. is telling the Jewish generations what they are going to face, and he starts his journey. ചരിത്രപരമായി വിലയിരുത്തി പറഞ്ഞാൽ If we say detailedly, AD 30 ഏപ്രിൽ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അന്നേ ദിവസം AD 30 in an afternoon, ദേവാലയ കുന്നിന്റെ ഉച്ചിയിൽ നിന്ന് in the top of the temple, തൊട്ട് താഴെ കൂടെ ദൈവാലയത്തിന്റെ യാഗത്തിന്റെ ഉച്ചിഷ്ടമിച്ചിഷ്ടങ്ങൾ കഴുകിയൊഴിക്കുന്ന ഒലിപ്പുതോടായ കിദ്രോൻ തോട് കുറുക മുറിച്ച്, where the river Kidron is broken, where the washing of the altar and everything flows through. ഇത്രയും ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുമ്പോൾ When these people who are sitting here are worshiping, നമ്മുടെ നാഥന്റെ പ്രത്യാഗമനത്തിൽ പാദം പതിയുന്നതോടെ കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി പൊട്ടിക്കീറുന്ന ഭാഗ്യകാലമോർത്ത് നമ്മുടെ തലമുറയിൽ തലമുയർത്തി നിൽക്കുന്ന ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്ക് കർത്താവ് ശിഷ്യന്മാർ
യെരൂശലേംകാർ കൂടെ നടന്നു നീങ്ങുകയാണ്. And the olive mountains where the Lord is going to put his feet there, and it is going to split into two. My Jesus is walking through that very place. അസ്തമന സൂര്യന്റെ ചെങ്കതിരികളാൽ ജ്വലിച്ചു കത്തി നിൽക്കുന്ന കനകക്കൊട്ടാരവും തങ്കക്കുട കെട്ടിടവുമായ യെരൂശലേം ദൈവാലയം. Oh, the temple of God in Jerusalem that glitters when the sun sets. ദേവാലയ സൗന്ദര്യത്തിൽ കണ്ണുടക്കിയ ശിഷ്യന്മാർ ഗുരുവിനോട് പറഞ്ഞു, ഗുരു നോക്ക് എത്ര സുന്ദരമായിരിക്കുന്നു. And the disciples looking at that beautiful scene says to Jesus, Jesus, look at the temple. ഒരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. Let me tell you a message out of it. പുറത്തെ ഭംഗി കണ്ട് മാർക്കിടുന്നവരുടെ നടുവിൽ അകത്തെ പാപക്കറ കണ്ട് വിധി കൽപ്പിക്കുന്നവന്റെ കണ്ണുകൾ ഈ രാത്രി ഇവിടെ ചുറ്റിത്തിരിയുന്നുണ്ട്. People who look at the outward and give a good remark, my Lord, who looks at the internal evil and says that God is here. യേശുവിന് പുറത്തെ ഭംഗിയല്ല വലുത്, അകത്തെ വിശുദ്ധിയാണ്. Jesus is not concerned about the outward beauty, but he is concerned about the inward. പുറത്തെത്ര ഭംഗിയുണ്ടെങ്കിലും അകത്തി വിശുദ്ധി തകർന്നാൽ വിധിക്കാൻ മടിക്കാത്ത ഒരുവന്റെ കരം പുറകിൽ ചലിക്കുന്നുണ്ട്. If how beautiful it is outward, if it is ugly inside, his hand still works tonight. കഴിഞ്ഞ 3.5 കൊല്ലം ഗുരുവും ഗുരുനാഥനുമായവനോട് ചേർന്ന് For the past 3.5 years walking with the God, ഒരു നിഴൽ പോലെ പിന്തുടർന്ന് പ്രസംഗം കേട്ട് they were following just as a shadow and listening a message. ദേവാലയത്തെക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, യോനയേക്കാൾ വലിയവനൊക്കെയുള്ള പ്രസംഗം ഇങ്ങനെ കേട്ട് They listened to the message that he is greater than the temple, he is greater than Solomon, greater than Jonah. എന്നിട്ടും ഇതുവരെ ഉള്ളിൽ നിന്ന് പള്ളിക്കൊതി വിടാത്ത ശിഷ്യന്മാരുടെ തല കറങ്ങിപ്പോയി ഈ മറുപടി കേട്ടപ്പോ. But there was still the thing, the reason among the disciples, they had the great eagerness for the temple. ഒരു വസ്തുത ഇന്ന് രാത്രി അടിവരയിട്ട് കേട്ടുകൊള്ളുക. Let me tell you one thing and highlight it. യേശുവിനെ പിൻപറ്റുമ്പോഴും യേശു വെറുക്കുന്ന പലതും നിന്റെ ഉള്ളിൽ ഊറിക്കൂടിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ താലോലിക്കുന്ന സ്വപ്നങ്ങളുടെ മേൽ എന്റെ ദൈവത്തിന്റെ തീ ഇറങ്ങുന്നതിന് മുൻപ് അതെടുത്ത് പുറത്തു കളയുക. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. യേശു മാത്രമായിരിക്കട്ടെ നിന്റെ ആരാധനയുടെ കേന്ദ്രബിന്ദു. Let me tell you, you say you love Jesus, you follow Jesus, but is there anything that Jesus does not like that is hidden within you? Let me tell you, before that very fire comes, take it out, because there is no one worthy like him. There is nobody worthy to be worshipped like him. യേശു ശിഷ്യന്മാരും ഒരുമിച്ച് ഒലിവ് മലയുടെ മുകൾ പരപ്പിലെത്തി. Jesus and his disciples went to the top of Mount Olive. കർത്താവിന്റെ അടുക്കൽ വന്ന ശിഷ്യന്മാർ ഉദ്യോഗഭരിതരായി ഉത്കണ്ഠാകുലരായി ചോദിച്ചു, They were very perplexed and asked a question. ഗുരു, നീ പറഞ്ഞില്ലേ നിന്റെ വരവ് സംഭവിക്കുമെന്ന്? Master, you said your coming is very near. ഈ യുഗത്തിന്റെ അന്ത്യം ഉണ്ടാകുമെന്ന്, and there will be an end to this age. യെരൂശലേം വിനാശം സംഭവിക്കുമെന്ന്, and there will be a destruction of Jerusalem. അതെപ്പോൾ സംഭവിക്കും? When will that happen? നിന്റെ മടങ്ങി വരവിന്റെ ലക്ഷണം എന്താണ്? What is the signs of your coming? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ വസ്തുതയ്ക്ക് മറുപടി കൊടുക്കുകയാണ്. Our God is giving an answer to this question. മടങ്ങി വരവ് എപ്പോൾ സംഭവിക്കും? When will the coming be? പുനരാഗമനത്തിന്റെ സമയം ഗണിക്കാൻ കഴിയുന്നത് എപ്പോൾ? When can we understand that it is your coming? നമ്മുടെ കർത്താവ് പറഞ്ഞു, അതിന്റെ നാളും നാഴികയും, the time and the hour, ദിവസവും മണിക്കൂറും, day and the hour, പിതാവിന്റെ തിരുഹൃദയത്തിൽ മറയ്ക്കപ്പെട്ടു വെച്ചിരിക്കുന്നു, അജ്ഞാതമാണ്. That is a hidden mystery in the Father's heart. ദിവസവും മണിക്കൂറും പിതൃഹൃദയത്തിൽ മറച്ചു വെച്ചിരിക്കുന്നു. The day and the hour is hidden in the heart of God. പക്ഷെ സീസൺ, കാലം വ്യക്തമാക്കാം. But we can understand the season. ആ കാലം അടുക്കുമ്പോൾ നിങ്ങൾ കണ്ണുയർത്തി നോക്കണം, എന്റെ വരവ് അടുക്കൽ വാതുക്കൽ തന്നെ ആയിരിക്കും. But when that season comes, you have to lift your eyes up. ഇന്ന് രാത്രി ഓർക്കുക, എന്താണ് കാലം? You have to understand what is that season. വേദപുസ്തകം സമഗ്രമായി അപഗ്രഥിച്ചു പഠിച്ചാൽ, when we completely and totally study the word of God, മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ ഇടപാടിൻ കാലങ്ങളെ, the time when God intervenes with his people, വ്യത്യസ്ത ഘട്ടങ്ങളുള്ള യുഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. it is segregated into different sections and ages. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. Let me tell you quickly. ഒന്ന് നിഷ്കൽമഷ യുഗം, It's the time of the conscience, രണ്ട് മനസാക്ഷി യുഗം, and it's the time of conscience, മൂന്ന് മാനുഷിക ഭരണയുഗം, and it is the human rule, നാല് വാഗ്ദത്ത യുഗം, and it is the promised time, അഞ്ച് ന്യായപ്രമാണ യുഗം, and it is the time of law, ആറ് കൃപായുഗം, and fifth is the ഏഴ് glory, സഹസ്രാബ്ദ യുഗം. and it is the 1000 year. ഇത് യുഗകാര്യ പരിപാടിയാണ്. And this is the ages. നിഷ്കൽമഷ യുഗം, In the first age, ഏദൻ പറുദീസയിൽ മനുഷ്യകുലത്തെ ആക്കുന്നത് മുതൽ from the time God put man in the garden of ഏദനിൽ അവർ പുറത്താക്കപ്പെടുന്നത് വരെയുള്ള കാലഘട്ടം. till the time they were cast out of Eden. മനസാക്ഷി യുഗം,
and the time of conscience. ഏതിൽ നമ്മൾ പുറത്താക്കപ്പെടുന്നത് മുതൽ From the time of Eden നോഹയ്ക്ക് ഭരണകാലം വരെയുള്ള കാലഘട്ടം. till the time of Noah. 3 മാനുഷിക ഭരണയുഗം. Third, human rule. നോഹയ്ക്ക് പ്രളയം മുതൽ After the flood ബാബേൽ ഗോപുര നിർമ്മാണം വരെ. till the building of Babel. അടുത്തത് വാഗ്ദത്ത യുഗം. Then is the promise. കൽദയ പട്ടണമായ ഊരിൽ നിന്ന് From the Chaldees Ur ഇന്നത്തെ ഇറാഖിന്റെ ദക്ഷിണ ഭാഗത്തുള്ള ഡൽമുക്കയാർ എന്ന പട്ടണത്തിൽ നിന്ന് till now in Iraq, അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നത് മുതൽ till the time Abraham was called out, അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾ വാഗ്ദത്ത ദേശത്തെ ലക്ഷ്യമാക്കി ഇറങ്ങിപ്പുറപ്പെടുന്നത് വരെയുള്ള 430 വർഷം ചരിത്രത്തിലെ വാഗ്ദത്ത യുഗം. till the time the children of Israel got out of Egypt is the promise. അടുത്ത ന്യായപ്രമാണ യുഗം. Then is the time of law. ന്യായപ്രമാണ യുഗം 2 മലയിടുക്കുകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. And this law is in between 2 great mountains. ഒന്നാമത്തെ മല സീനായി മല. First mountain is Mount Sinai. അടുത്ത മല കാൽവറി മല. The next mountain is Mount of Calvary. മേഘം അന്ധതമസ് കൂരിരുട്ട് വാക്കുകളുടെ ശബ്ദം ഇവയിൽ. And in the time of the dark clouds ascending, കത്തിക്കാളുന്ന തീ അയ്യോ ഞാനും പേടിച്ചു വിറയ്ക്കുന്നേ എന്ന് മോശ പറയത്തക്ക വിധം and Moses crying out saying, I am fearful. പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവം കൽപ്പനകൾ അഗ്നിവിരലുകളാൽ എഴുതി നൽകാൻ വെളിപ്പെട്ട സീനായി മലയ്ക്കും The Creator decided to write the commandments on a tablet with a fiery letter. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാഥൻ ജീവനർപ്പിച്ച ഗോൽഗോത്ത മലയ്ക്കുമിടയിൽ 1500 വർഷം ചരിത്രത്തിൽ ന്യായപ്രമാണ യുഗം നിലകൊള്ളുകയാണ്. Where my God, Son Jesus Christ said, Father, why did you leave me? In that time to the beginning, it's 1500 years. അടുത്ത യുഗം കൃപായുഗം, സഭായുഗം, ചർച്ച് ഏജ്, ഹോളി സ്പിരിറ്റ് ഏജ്. And the next age is the age of Holy Spirit of the church age. ഈ ആത്മയുഗം 2 പുനരുത്ഥാനങ്ങളുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്നു. It stands in between 2 resurrections. ഒന്ന് യേശു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ്. One is Jesus rising from the grave. അടുത്ത യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ കാഹളധ്വനിയിൽ ഈ മണ്ണിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കുന്ന ഉയർപ്പിന്റെ സുദിനം. Next is the children of God when they are going to come out of their graves on the day he comes. ഇത് വിശ്വാസ കണ്ണുകളാൽ കാണുന്ന ദൈവമക്കളുടെ കാര്യം തിരിച്ചറിയുക. Those who can see with their spiritual eyes can discern it. യേശുവിന്റെ പുനരാഗമനത്തിന്റെ കാലം എങ്ങനെ നിർണയിക്കാം? How can we understand the time of his coming? നിഷ്കൽമഷ യുഗത്തിന്റെ സന്ധ്യയിൽ ചരിത്രത്തിൽ മനസാക്ഷി യുഗത്തിന്റെ സന്ധ്യയിൽ ചരിത്രത്തിൽ ഒരു മഹാസംഭവം നടന്നു. At the end of the time of conscience there was something noted in history. നോഹയപ്പച്ചനോട് ദൈവം പറഞ്ഞു ഒരു പെട്ടകം ഉണ്ടാക്കാൻ. To Noah God said build an ark. ഏതാണ് 450 അടി നീളം, 75 അടി വീതി, and 75 feet wide, 45 അടി പൊക്കമുള്ള ഒരു പത്തേമാരി ഒരു കപ്പൽ നോഹയപ്പച്ചൻ ഉണ്ടാക്കി. 45 feet high. He made something like a ship. പട്ടിയും പൂച്ച എരുമ എലിയും പുലിയും കോഴിയും കുറുക്കനും വരെ ക്യൂ നിന്ന് പെട്ടകത്തിൽ കയറി. And you can name all the animals. They all came in queue and got inside. നാൽക്കാലി പലരും കേറിയിട്ടും ഇരുകാലി പലരും കേറിയില്ല. Even the beast with 4 legs came in, but people, the thing who had 2 legs never came. എടാ നാട്ടുകാരെ മുഴുവൻ പെട്ടകത്തിലാക്കിയിട്ട് വീട്ടുകാരൻ പുറത്തായാൽ ഇതുപോലെ കഷ്ടം മറ്റൊന്നുമില്ലല്ലോ. If we brought every people in the town into the ark, but the person of the house did not come in, what a shame. നാട്ടുകാരധികം പെട്ടകത്തിലില്ലെങ്കിലും വീട്ടുകാരുണ്ടല്ലോ എന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. Can you thank God if all the people in the town are not there? At least my family is there. Can you thank the എന്റെ Lord? ദൈവം എന്റെ തലമുറയെയും എന്റെ കുടുംബത്തെയും എന്നോടൊപ്പം ഈ പെട്ടകത്തിൽ തരണമെന്ന് കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? How many of you people have the desire my family and my children should be in that ark in my generation? എന്റെ ദൈവം പ്രകൃതിയുടെ 2 ജലശേഖരങ്ങളെ തുറന്നു വെച്ചു. God opened up 2 avenues. 40 ദിവസം കോരി ചൊരി പെയ്യുന്ന മഴ. And for 40 days it was raining heavy. ആകാശത്തിന്റെ ജലയറകൾ പൊട്ടി താഴേക്ക് ഇറങ്ങി. The gates of heaven, floodgates of heaven opened. ഭൂഗർഭ ജലശേഖരം പൊട്ടി തകർന്നു. What was underneath stored came up. ഇതിന് മുകളിൽ പെട്ടകം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട മേഖലയിൽ നിന്ന് ഉയരാൻ തുടങ്ങി. And the ark started ascending on top of Euphrates and Tigris. ഉയർന്ന് അറാറാത്ത് എന്ന ആ ചരിത്ര പ്രസിദ്ധമായ ടർക്കിയുടെ അതിർത്തിയിൽ ഇറാഖിന്റെ ബോർഡറിൽ ചരിത്ര വിസ്മൃതികൾ പേറി ഇന്നുമുള്ള 2ാം ലോക മഹായുദ്ധകാലത്ത് വൈമാനികർ നേരിട്ട് ഒരു കപ്പൽ ഉറച്ചു കിടക്കുന്നതിൽ ഗവേഷണം നടത്തി 6000 കൊല്ലം കാർബൺ ടെസ്റ്റ് തടിക്കഷണങ്ങളിൽ തെളിയിച്ച ആ പർവ്വതത്തിന്റെ മുകളിൽ ചെന്ന് ഈ പെട്ടകം ഉറച്ചു. Ascending. The ark started ascending and finally it settled in the mount of Ararat.
and when in the world war still they noted the remains of this ark. അതിൽ നിന്ന് നോഹയും കുടുംബവും പുറത്തു വന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യമാണെങ്കിൽ, If it is the fact that Noah and his family came out of the ark, ഈ പ്രകൃതിയെ കൊണ്ട് മനുഷ്യന്റെ പാപത്തിന് ന്യായം വിധിക്കുന്ന എന്റെ ദൈവത്തിന്റെ കരം ഇതിന് പുറകിൽ ഉയർന്നു നിൽക്കുന്നെന്ന് കാണുന്ന ദൈവമക്കൾ കണ്ണുയർത്തി കാണട്ടെ. if for sin God used the nature to punish the man, can we see the hand of God? സ്വർഗത്തിന്റെ ഒരു കോണിൽ കുത്തിയിരുന്ന് ഉറക്കം തൂങ്ങുന്ന പൊട്ടൻ മുതുക്കനല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ്. I am not preaching about a God who is sitting as an old man in a corner of heaven and he is dozing there. ചില ചാരികസേരകളിൽ വീടുകളുടെ സിറ്റ് ഔട്ടുകളിൽ In certain houses, in the porch, there's a easy chair. രണ്ട് കാലും മുൻപിലത്തെ കാലുതാങ്ങിയിലേക്ക് പൊക്കി വെച്ച്, And it's like the lazy chair, you could lift your legs up. ആ പത്രവും വലിച്ചു നീട്ടിപ്പിടിച്ച്, And having that newspaper in your hand, വായിൽ എന്തോ ഇട്ട് ചവച്ച് ചവച്ച് താമ്പൂല മിശ്രിതം ഈ മുറുക്കാനൊക്കെ ചവച്ച്, putting some tobacco in your mouth and chewing. കൊച്ചു പിള്ളേരുടെ ചുണ്ടിത്തരങ്ങൾ കണ്ടിട്ട് കാണാത്ത മട്ടിൽ കിടക്കുന്ന അപ്പൂപ്പന്മാരെ പോലെ സ്വർഗത്തിന്റെ സിറ്റ് ഔട്ടിൽ ഉറങ്ങുന്ന അപ്പൂപ്പനല്ല ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന Like a കർത്താവ്. grandfather looking at the little children and ignoring all their naughtiness, and that way is not my father up in heaven. മനുഷ്യന്റെ പാപത്തിന്മേൽ ഈ പ്രകൃതിയെ കൊണ്ട് ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. God makes the nature respond to man's sin and his hand still works. ഈ രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ കണ്ണുയർത്തി കാണണം. Children of God, you should raise your eyes and look at it. അധിക നാളൊന്നും കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകില്ല. Things will not go in this manner for a long time. എന്റെ ദൈവത്തിന്റെ കരം ഇതിന്മേൽ ഉയരാൻ തുടങ്ങുകയാണ്. My God's hand is going to be revealed. യേശുവിന്റെ ദർശനം പ്രാപിച്ച, കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരുപറ്റം പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി ദൈവാത്മാവ് നിത്യതയ്ക്കായി ഒരുക്കുന്ന രാത്രിയാകട്ടെ. Children of God, the Spirit of the Lord is making certain people ready for eternity ഈ tonight. പ്രകൃതിയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ടോ? Is the hand of God moving behind the nature? പ്രിയപ്പെട്ടവരെ, ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കാൻ ദൈവം പ്രത്യേകം ദൂതന്മാരെ ഇവിടെ ആക്കിയിട്ടുണ്ട്. God has appointed angels even for every climatic condition of this nature. കാര്യങ്ങളൊന്നും ഇങ്ങനെ മുന്നോട്ട് പോകില്ല കേട്ടോ. Things won't go in this manner for a long time. മാരക രോഗങ്ങൾ കുതിച്ചുയരുകയാ. Even the contagious diseases are coming out. എന്തിന്? അന്തർദേശീയ ഗവേഷണ മേഖലയിൽ ലോക ശാസ്ത്രീയ കാഴ്ചപ്പാടുകളിൽ ഒരിക്കൽ ശാസ്ത്രം അടിച്ച് പുറത്താക്കിയ 45-ലധികം മാരക രോഗങ്ങൾ ഈ മണ്ണിൽ മടങ്ങി വന്നു കഴിഞ്ഞു. International scientists who have done a lot of researches about certain kinds of diseases, most of them have come back again. ക്യാൻസർ രോഗം കുതിച്ചുയരുകയാ. Cancer is jumping up high. 2015 ഡിസംബറിൽ എത്തുമ്പോഴേക്കും ഹൃദ്രോഗികളെ പിൻപിലാക്കിക്കൊണ്ട് ക്യാൻസർ ഇവിടെ 1-ാം നമ്പർ കുലയാളിയായി മാറും എന്നാണ് റിപ്പോർട്ട്. There's a report that by 2015 cancer will take the lead before heart disease. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ രാവിലെ തുടങ്ങുന്നത് തന്നെ വിഷത്തിലാ. That means our day starts itself with a poison. ഒരിക്കൽ പടിഞ്ഞാറ് ഭാഗത്തൂടെ ഈ തേയിലത്തോട്ടത്തിനിടയിലൂടെ പോയപ്പോ Once in the western side they were going to a tea പാല് plantation. പോലെ ഒരുതരം വെളുത്ത സാധനം കൊളുന്ത് നുള്ളുന്നതിന് 15 ദിവസത്തിനു മുമ്പ് ഇതിനെ പുറത്ത് അടിച്ചു പിടിപ്പിക്കുന്നത് കണ്ടു. They were seeing some white powdered matter flying. അത് ദൈവത്തിന് സ്തോത്രം, കഴുകിക്കളയാതെ കൊളുന്തങ്ങോട്ട് നുള്ളി ഇത് കൊണ്ടുവന്ന് പൊടിച്ച് പാക്കറ്റിലാക്കി AVTയുടെയോ കണ്ണൻ ദേവന്റെയോ എന്തുമാകട്ടെ ഏതുമാകട്ടെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് തരുമ്പോ ഇത് കലക്കി രാവിലെ കുടിക്കുമ്പോൾ എന്താ ഇതിനകത്തുള്ളത്? You know, when you get those tea leaves and it is covered, they put it in a good packet, seal it to you, and you bring it to your house and make tea and you drink from that. What would happen? ഈ അടുത്തിടയ്ക്ക് കണ്ടത്തിന്റെ സൈഡിൽ നിരീക്ഷണം നടത്തിയ ദൈവത്തിന് സ്തോത്രം കുഞ്ഞുങ്ങൾ, Children who did some investigation in a farm, ഈ പാലിൽ കുത്തുന്ന സമയം അഥവാ ഈ പാല് മുറ്റുന്ന വിത്തിൽ കുത്തുന്ന സമയം ജീവികൾ ചത്തു വീഴുന്നത് കണ്ടു. he saw when a grain is being formed, there were some small insects that would come and pierce. At that time they fall dead on the floor. നോക്കിയപ്പോൾ മനസ്സിലാക്കിയ മറ്റൊന്നുമല്ല, ഇതിനകത്ത് ഉപയോഗിച്ച കീടനാശിനി വിത്തിന്റെ പാലിനകത്തെത്തി കഴിഞ്ഞു. After the research they figured out the insecticide that they used, that itself came within the seed. ഇതിന്റെ കച്ചിയല്ലേ പശു കഴിക്കുന്നേ? And isn't the
hay from it that the cow is eating? അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് കറന്നെടുക്കുന്ന പാലും മേൽപ്പറഞ്ഞ ചായപ്പൊടിയും ചേർത്ത മിശ്രിതത്തിൽ നാം ചായ കുടിച്ചു തുടങ്ങുന്നത് വിഷത്തിലാന്ന് ഓർക്കണം. Let me tell you, and the milk that we get from the cow, and we make our tea with the very most first we said about the tea, we are mixing both together and drinking it. നിങ്ങളൊരു കാര്യം പറയാം, ഈ പ്രകൃതിയെ ദൈവം നിയന്ത്രിക്കാൻ പ്രത്യേകം ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. Let me tell you once again that God has appointed angels to control this nature. കട്രീന, റീത്ത, വിൽമ എന്നും സഹോദരിമാരുടെ പേരെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ. You know the names Katrina, Vilma are names of sisters. ഈ ഭൂമണ്ഡലത്തിന്റെ പ്രകൃതി പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇവിടെയുണ്ട്. There are angels that control the atmosphere. കൊടുങ്കാറ്റിന് പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ടോ? Behind a storm is the hand of God there. വളരെ ശാന്തമായി കേൾക്കുക, കൊടുങ്കാറ്റിന് പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ടോ? Pay attention. Is the hand of God there behind സൂപ്പർ the storm? സൈക്ലോണിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ടോ? Behind a super cyclone is the hand of God there. തിരുവെഴുത്തിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു വിടുക. Let me read couple scriptures from the word. വെളിപ്പാട് പുസ്തകം 7:1. Revelations chapter 7 verse 1. വെളിപ്പാട് പുസ്തകം 16:5. Revelation 16:5. പെട്ടെന്ന് വായിക്കുക. വെളിപ്പാട് പുസ്തകം 7:1, 16:5. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഒരു കരമൊന്ന് ഉയർത്തി സ്തോത്രം പറയാമോ? Hallelujah. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം ഈ അന്തരീക്ഷത്തിലെ കാറ്റിന്റെ മേലാക്കിയിട്ടുണ്ടെന്ന്. That means God has appointed angels to control the wind. അപ്പോൾ കൊടുങ്കാറ്റിനെ, സൈക്ലോണിനെ നിയന്ത്രിക്കുന്ന ദൂതന്മാർ ഇവിടെയാണ്. 16:5. That means there a cyclone is being covered by angels. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കണ്ടോ? കേട്ടു. ഈ കാണുന്ന ഇരമ്പുന്ന മഹാസമുദ്രം കടലിൽ നിന്ന് കയറി വന്ന് ആ കടൽ വന്ന് കരയെ നക്കി തുടയ്ക്കാതിരിപ്പാൻ പ്രകൃതിയിൽ കടലിനെ നിയന്ത്രിക്കാൻ ദൈവം ദൂതന്മാരെ ആക്കിയിട്ടുണ്ടെന്ന്. There's angels that God has appointed that the seas might not come into the land. അങ്ങനെയാണെങ്കിൽ കടലിൽ ദൈവം ഈ ജലത്തെ നിയന്ത്രിക്കാൻ നിയന്ത്രിത ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. That means to control the sea, God has appointed certain angels to control it. ഈ ആകാശത്തിൽ കാറ്റിനെ നിയന്ത്രിക്കാൻ ദൈവം ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. To control the wind in the atmosphere, God has put angels. എനിക്കതൊക്കെ വിശദീകരിക്കണമെന്നുണ്ട്, സമയം അനുവദിക്കുന്നില്ല. I want to explain, but time is not in front. എന്നെ കാര്യം എന്നറിയാം, അമേരിക്കയും റഷ്യയും അവിടുത്തെ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കാനല്ല. It is not to protect the politicians of America and Russia. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരുപറ്റം ദൈവമക്കൾ ഇവിടെയുണ്ട്. There are people who are being washed by the blood of Jesus Christ. അവർ ഇവിടുന്ന് പോകുന്നത് വരെ ഈ പ്രകൃതിയെ ദൈവം കെട്ടഴിച്ചു വിടാതെ നിയന്ത്രിപ്പാൻ ദൂതന്മാരെ ആക്കിയിരിക്കുകയാണ്. Till he takes them up, God has kept them to be saved here. ഈ രാത്രി ദൈവമക്കൾ ശ്രദ്ധിക്കണേ. Tonight, children of God, pay attention. നമുക്കറിയാം ഈ ചുക്കിച്ചുളിഞ്ഞ നാരിങ്ങാത്തോട് പോലെയുള്ള ഈ ഭൂമി, Our earth just looks like a small lemon that is dried ഈ up. ഭൂമിയുടെ ഭൂഗർഭം മാണ്ടിൽ ഉരുകിത്തിളയ്ക്കുന്ന ലോഹദ്രാവകമാണ്. We can see the mantle being melting there. ഇതിന്റെ പുറത്ത് ടെക്ടോണിക് പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന 100 കിലോമീറ്ററിലധികം വ്യാസമുള്ള പ്ലേറ്റുകൾ ഭൂഗർഭ ശിലകളാണ് ഭൂഖണ്ഡങ്ങളെ വഹിക്കുന്നത്. There are layers of tectonic pallets around it. ഈ ഭൂഗർഭ പ്ലേറ്റുകൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ പൊങ്ങുതടി പോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ These are like plates that are being laid one on top of other, that like ഒന്ന് മറ്റൊന്നിനോട് ചേർന്ന് ഇന്റർലോക്ക് ആകുമ്പോൾ പുറപ്പെടുന്ന മർദ്ദമാണ് ഭൂകമ്പം. And when one and other go and interlocks itself, that's the time where there's an earthquake. അങ്ങനെയാണെങ്കിൽ ഈ ഭൂകമ്പത്തെ നിയന്ത്രിക്കാൻ ദൈവം ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. And if that is the reason, God has appointed angels to control the quakes. എന്നാൽ പാപം പെരുകുമ്പോൾ ദൈവത്തിന്റെ കരം അതിന്റെ പുറകിൽ ഉയരും. But when sin arises, God's hand is manifested. അത് പ്രകൃതിയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കും. And behind nature, God's hand is revealed. നിങ്ങൾക്കറിയാമോ ന്യൂ ഓർലിയൻസ്? And you know New Orleans? എന്റെ സുഹൃത്ത് പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നു. I remember what my friend said. സംഭവം നടക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് Before the thing occurred, ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി താൻ അവിടെ എത്തി. he reached there a week ago. ഒരു റൂം എടുക്കുവാൻ ആഗ്രഹിച്ചിട്ട് ഹോട്ടലുകളിൽ ഒരു റൂമില്ല. He wanted to get a room, but he could not get a room in the hotel. തലയിൽ തൂവൽ വെച്ച നഗ്ന സ്ത്രീകൾ ഫ്ലോട്ടിംഗ് കാസിനോകളിൽ നഗ്ന നൃത്തം നടത്തുന്ന മ്ലേച്ഛതകൾ അരങ്ങു തകർക്കുകയാണ് അവിടെ. There were people walking like in the Mardi Gras with feathers in their crown.
making crowns and with naked. അവിടുത്തെ പട്ടണ മേയർ ഒരു സോദോമ്യനായിരുന്നു. And the person who was the mayor of the time, the town is like a sodomite person. അയാൾ ഗേ ലെസ്ബിയൻ സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നു. He was a promoter of gay and lesbians. എന്തിനേറെ ആ സംഭവം നടക്കുന്നതിന്റെ തലേ രാത്രിയിൽ കട്രീന എന്ന ചുഴലിക്കൊടുങ്കാറ്റ് അവിടുത്തെ വൻപന്മാരുടെ ശവങ്ങളെ സ്രാവുകൾ കൂണാക്കി നൽകി. Let me tell you, before anything could happen in that town the next day, God sent Katrina. മയക്കുമരുന്ന് മാഫിയ കേന്ദ്രമായ മയാമി അറിയുമോ? You know Miami, that is the headquarters of mafia. വേശ്യകളുടെ നഗരം എന്നറിയപ്പെടുന്ന ലൂസിയാനെ അറിയുമോ? You know Louisiana, that has the city of Harlem. എന്താ ചരിത്രത്തിൽ സംഭവിച്ചത്? What happened in the streets? എന്നാൽ അതുപോലെ കൊടുങ്കാറ്റ് ഇരമ്പി ഇറങ്ങിയില്ലേ ടെക്സസിന് നേരെ? Didn't a winds same in manner came to Texas? പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം ദൈവമക്കളുള്ള അവിടം There was one group of people who pray. ആ കൊടുങ്കാറ്റ് അവിടെ പ്രബലമാകുന്നതിന് മുൻപ് അതിന്റെ ശക്തിയെ ക്ഷയിപ്പിച്ച ദൈവത്തിന്റെ കാര്യം ഇതിന്റെ പുറകിലുണ്ട്. Because before it became strong, it became weak because there was the hand of God behind it. നിങ്ങൾക്കറിയാമോ ചരിത്രത്തിൽ എയ്ഡ്സ് ആരംഭിച്ചത് എവിടെയാണെന്ന്? You know where AIDS started in history? ആഫ്രിക്കയിൽ കുരങ്ങുകളിൽ ഉത്ഭവിച്ച മനുഷ്യ സമുദായത്തിൽ കയറിയ വൈറസ് എന്ന് പറയുന്നെങ്കിലും It says it started in Africa among the monkeys and it came into the human being. 1981 12ഓളം കനേഡിയൻ യുവാക്കന്മാർക്ക് ഹെയ്ത്തിയിൽ നിന്നാണ് ഇത് ആദ്യമായി കിട്ടുന്നത്. It is first revealed in 12 Canadians that came from Haiti. പച്ചപ്പട്ട് വിരിച്ചതുപോലെയുള്ള കരീബിയൻ മേഖലയിലെ പ്രോട്ടോപ്രിൻസ് തലസ്ഥാനമാക്കിയ ഹെയ്ത്തി. Haiti, that is the center in Caribbean. പക്ഷേ ഇന്നേക്ക് ചില നാളുകൾക്ക് മുമ്പ് നമ്മൾ ഗാഢമായി ഉറങ്ങിയപ്പോ And the day that we slept a few years ago, ഹെയ്ത്തിയെ ദൈവം ഒന്ന് പിടിച്ചു കുലുക്കി. God took Haiti and started shaking it. മന്ത്രവാദവും ലെസ്ബിയൻ ഗേ മ്ലേച്ഛതകളും വർദ്ധിച്ച ഹെയ്ത്തിയിൽ 65,000 പേരെ ഒരുമിച്ചിട്ട് ശവമടക്ക് നടത്തിയപ്പോൾ അതിന്റെ പ്രധാനമന്ത്രി അലറിക്കരഞ്ഞു. Oh, Haiti, which was filled with gay and lesbian and witchcraft, the Lord shook 65,000 past and made it as a graveyard. The Prime ഈ Minister രാത്രി started നിങ്ങൾ crying. അംഗീകരിച്ചാലും അവഗണിച്ചാലും If you agree or do not agree, ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. I tell you with boldness, God's hand is moving. പ്രാർത്ഥിക്കുന്ന 10 ദൈവമക്കൾ ഈ മണ്ണിൽ ഉള്ളത് കൊണ്ട് Because there are 10 people that pray. ന്യായവിധിയുടെ ദിവസങ്ങളെ ദൈവം താമസിപ്പിച്ചിരിക്കുന്നു. God is holding the day of judgment. നിങ്ങൾക്കറിയാമോ ഇന്തോനേഷ്യ? You know Indonesia. ഒരിക്കലും ആ ചിത്രം കണ്ട് ഞാൻ കരഞ്ഞു. I saw a picture and started crying. ഒരു ബൈക്കിന്റെ പുറകിൽ ഒരു ചെറുപ്പക്കാരൻ പാതി എഴുന്നേറ്റ് നിൽക്കുന്നു. Oh, a person standing on a bike here. അയാളുടെ കയ്യിൽ 4 തലയുണ്ട്. He had 4 heads in his hand. ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്ന തല സഹോദരിമാരുടെ തലയാണ്. On one hand is his sister's head. തലമുടിയിൽ ചുറ്റിപ്പിടിച്ചിട്ട് തലയുടെ അടിയിൽ കൂടെ ചോര ഒഴുകുകയാണ്. Grabbing her by the head and she is bleeding. മറ്റേ വശത്ത് സഹോദരന്മാരുടെ 2 തലയാണ്. And then the other hand 2 brothers in his head. അടിയിൽ കൂടെ ചോര വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്നു. Blood is gushing out through them. അടിക്കുറിപ്പുണ്ട് ക്രൈസ്തവ പീഡനം. And there is Christian martyrdom. അന്നൊരു ഡിസംബർ 24 And it was December 24th. തീവ്രവാദികൾ പറഞ്ഞു The terrorist said, ഒറ്റ ക്രിസ്ത്യാനിയെ ഈ പ്രതലത്തിൽ കാണരുത്. we will not have one Christian here. നിങ്ങളുടെ ദൈവത്തിന്റെ ജന്മദിവസമാണ് നാളെ. Tomorrow is the day of the birth of your God. മലമുകളിലേക്ക് ഓടിപ്പോയിക്കൊള്ളണം. You have to go to the mountaintop. ഓടിച്ച് മലമുകളിൽ കയറ്റി എന്നാണ് ചരിത്രം. That history says they were driven to the mountaintops. അന്ന് രാത്രി ഇന്ത്യൻ പ്ലേറ്റും ബർമീസ് പ്ലേറ്റും ഇന്ത്യൻ മഹാസമുദ്രത്തോട് ഇന്റർലോക്കായി. You know, at that time the Indian and the Burmese plates, they interlocked. കടൽ 700 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ തുടങ്ങി. The sea started running with the speed of എന്തിന്? 700 miles. ക്രൈസ്തവരുടെ തലയറുത്ത് നൃത്തം ചെയ്ത സ്ഥലം ഇന്ന് കടലിനകത്താണ്. Let me tell you, the place where they martyred the Christians, it is on the sea. ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. Hand of the Lord is being manifested. നിങ്ങൾക്കറിയാമോ ഗ്രഹാം സ്റ്റെയിൻസിനെ? You know Graham Staines? കഴുത്ത് അത് വെട്ടിയില്ലെങ്കിലും തീ കത്തിച്ച് ചാമ്പലാക്കുമായിരുന്നു. They do not behead him, but they put him into ashes. ചോദിക്കാനും പറയാനും ആളില്ലെന്നാ ഓർത്തെ. They thought there is nobody to ask or question. എന്നാൽ അധികം താമസിക്കാതെ ഒരു സൂപ്പർ സൈക്ലോണിനെ കൊണ്ട് ആ മണ്ണിനോട് ദൈവം കണക്ക് ചോദിച്ചു. But soon God sent the super cyclone to the area. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, Tonight those who pray, I tell you, എന്റെ ദൈവത്തിന്റെ ആജ്ഞാനുവർത്തികളായ ദൂതന്മാരാണ് സൈക്ലോൺ. cyclones are the angels that responds to God's call. നിങ്ങൾ തിരുവഴുത്തിൽ നിന്ന് തെളിവുകൾ കേൾക്കുക. You see the facts from the word of God. പെട്ടെന്ന് വിട്ട് ഇയ്യോബിന്റെ പുസ്തകം 37:9, 10, 11, 12 നിർത്തി വായിക്കുക. ഈ വിഷയത്തിന് തെളിവെടുക്കുക. വായിച്ചാട്ടെ. Job 37:9, 10, 11.
ദക്ഷിണ മണ്ഡലത്തിൽ നിന്ന് ദക്ഷിണ മണ്ഡലത്തിൽ നിന്ന് കൊടുങ്കാറ്റും ഉത്തരദിക്കിൽ നിന്ന് കുളിരും വരുന്നു. ദൈവത്തിന്റെ ശ്വാസം കൊണ്ട്. അപ്പോൾ കൊടുങ്കാറ്റ് സൂപ്പർ സൈക്ലോണിന്റെ ഉത്ഭവ സ്ഥാനത്തെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നു. വായിച്ചാട്ടെ. ദൈവത്തിന്റെ ശ്വാസം കൊണ്ട് നീർക്കട്ട ഉളവാകുന്നു. അവൻ കാർമേഘത്തെ കൊണ്ട് കനപ്പിക്കുന്നു. അടുത്ത വാക്യം. തന്റെ മിന്നലുള്ള മേഘത്തെ പരത്തുന്നു. അവൻ അവയോട് കൽപ്പിക്കുന്നതൊക്കെയും. ഈ സൂപ്പർ സൈക്ലോണിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു അവൻ അവയോട് കൽപ്പിക്കുന്നതൊക്കെയും പറഞ്ഞു. ഭൂമിയുടെ ഉപരിഭാഗത്ത് അവൻ അവയോട് കൽപ്പിക്കുന്നതൊക്കെയും whatever he commands them, ഭൂമിയുടെ ഉപരിഭാഗത്ത് ഭൂമിയുടെ മുകൾ ഭാഗത്ത് ചെയ്യേണ്ടതിന് what should be manifest in the top layer of the earth, അവന്റെ ആദേശപ്രകാരം അവന്റെ കൽപ്പന കാത്തുകൊണ്ട് അവ ചുറ്റി സഞ്ചരിക്കുന്നു. ഈ പ്രകൃതിയുടെ മുകളിൽ സൈക്ലോൺ ചുറ്റി സഞ്ചരിക്കുന്നു. ആമേൻ പറയാൻ കഴിയുമോ? The cyclone goes on top of the earth. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ആമേൻ പറയാൻ കഴിയും? How many of you can say an amen? എന്റെ ദൈവത്തിന്റെ കൽപ്പന കാത്തുകൊണ്ട് സൈക്ലോൺ ആകാശത്തിന് മുകളിൽ കൂടെ ചുറ്റി സഞ്ചരിക്കുകയാണ്. അടുത്ത വാക്യം The cyclones come to listen to the command of my Lord. ശിക്ഷയ്ക്കായിട്ടോ ദേശത്തിന്റെ നന്മയ്ക്കായിട്ടോ ദയയ്ക്കായിട്ടോ അവൻ അത് വരുത്തുന്നു. അങ്ങനെയാണെങ്കിൽ സൈക്ലോൺ എവിടെ അടിക്കണമെന്നും ആ സ്ഥലത്തിന് എന്ത് ശിക്ഷ കൊടുക്കണമെന്നും തീരുമാനിക്കാൻ എന്റെ ദൈവത്തിന്റെ ദൂതന്മാരെ എന്റെ ദൈവം ആജ്ഞാനുവർത്തികൾ പോലെ ഈ ആകാശത്തിലെ കാറ്റ് നിർത്തിയിരിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, ഇതിന് മുകളിൽ ഒരു കരം ചലിക്കുന്നുണ്ട്. ഈ രാത്രി അവന്റെ കരം ഇന്ന് രാത്രി ഇതിന്റെ പുറകിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. Let me tell you, my God knows what nation, what place need what kind of correction, and he tells the cyclones to do it, and they listen to his command. ഈ രാത്രി ഓർക്കണം, വടി വെട്ടാൻ പോയതേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല. We should understand he is just going to start the punishment. He has gone to take the rod. അങ്ങനെയെങ്കിൽ പ്രകൃതിയെ കൊണ്ട് മനുഷ്യന്റെ പാപത്തിന് കണക്ക് തീർക്കുന്ന ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിലുണ്ട്. There is a hand of God that makes the nature respond to man's evil. എന്റെ അപ്പച്ചൻ അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുകയില്ലെന്ന് ബോധ്യമുള്ള ദൈവമക്കൾക്ക് അഭിമാനത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. How many of you believe without the knowledge of my God nothing will happen? നമ്മുടെ ചിന്താ വിഷയം പുനരാഗമനത്തിന്റെ കാലനിർണയമാണ്. Our topic that we are thinking is knowing the time of his coming. ഈ കർത്താവ് പറയുകയാണ് നോഹയുടെ കാലം പോലെ തന്നെ ആയിരിക്കും അത്. God is saying it will be exactly like the coming time of Noah. എന്താണ് ആ കാലത്തിന്റെ പ്രത്യേകത? What is the peculiarity of that time? അവർ വിറ്റും നട്ടും തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു. They sold and they ate and they drank and they gave into marriage. വിൽക്കുന്നത് പാപമാണോ? വിൽക്കുന്നത് പാപമാണോ? Is selling it the one part? ബിസിനസ് പാപമാണോ? Is business a part? നടുന്നത് പാപമാണോ? Is sowing a part? കൃഷി പാപമാണോ? Is agriculture a part? ബിൽഡിംഗ് നിർമ്മാണം പാപമാണോ? Is building construction a part? കല്യാണം പാപമാണോ? Is marriage a part? ഇതൊന്നും പാപമല്ല. These are not part. പക്ഷെ എന്താണ് ആ തലമുറയുടെ പാപം? But what is the sin of that generation? ഒരു പ്രളയത്തിന്റെ മുന്നറിയിപ്പിൻ പ്രസംഗം തലങ്ങും വിലങ്ങും നടക്കുമ്പോഴും when it is a sign of the front and back, മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുക്കാതെ, if we don't give importance to the important things, മുൻഗണന കൊടുക്കരുതാത്തതിന് മുൻഗണന കൊടുത്ത ആ തലമുറയ്ക്ക്, a generation that ignored the important things, അത് ന്യായവിധിയായി ഭവിച്ചെങ്കിൽ, if that happened as a judgment, ഇന്ന് രാത്രി മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുക്കുന്ന ഒരു തലമുറയെ ഇവിടെ ദൈവം അന്വേഷിക്കുന്നു. God is looking for a generation that seeks the important things of God. എന്താ നോഹയുടെ കാലം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? What is the time of Noah? പണ്ട് ഞാൻ ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങൾ വായിച്ചപ്പോ, first when I used to read the first chapters of Genesis, ജനിപ്പിച്ചു എന്ന് പറഞ്ഞ ഈ വാക്കുകൾ ആവർത്തിച്ച് വായിച്ചപ്പോ ഞാൻ ഓർത്ത് ഇതിനേക്കാൾ നല്ല വല്ല ടെലിഫോൺ ഡയറക്ടറിയും വായിക്കുന്നതാണ്. I was reading he begat. After reading I thought I should be reading some telephone directory. പിന്നെ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് യേശുവിന്റെ വാക്കുകൾ. And then after I studied Jesus' words I understood. ആകാശവും ഭൂമിയും മാറിപ്പോകുമ്പോഴും സകലതും നിവർത്തിയാകുന്നത് വരെ പുസ്തകത്തിൽ നിന്ന് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറുകയില്ല. If nothing new, there a strike or even a jot will not be removed until things are revealed in the Bible. എന്റെ പച്ച മലയാള ഭാഷയിൽ പറഞ്ഞാൽ വള്ളി പുള്ളി വിസർഗ വ്യംഗ്യ ചമൽക്കാരങ്ങളുടെ പുറകിൽ പോലും ദൈവിക വ്യക്തത തെളിയിച്ച ഒറ്റ ഗ്രന്ഥമേ ഉള്ളൂ നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. It is the only Bible that has proved itself in every punctuation mark. ഈ രാത്രി ഓർക്കുക, ആ നോഹയുടെ കാലം എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? What is the time of Noah? മോട്ടിലാൽ നെഹ്റുവിന്റെ കാലം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ?
You know what is the time of Nehru? സ്വാമി വിവേകാനന്ദന്റെ കാലം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? You know the time of Swami Vivekananda? എബ്രഹാം ലിങ്കന്റെ കാലം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? Time of Abraham Lincoln? എബ്രഹാം ലിങ്കൻ എന്ന വ്യക്തിയല്ല ഇവിടുത്തെ വിഷയം. It is not Abraham Lincoln as a person. മോട്ടിലാൽ നെഹ്റു എന്ന വ്യക്തിയല്ല ഇവിടുത്തെ വിഷയം. It is not the Motilal Nehru the ആ topic. വ്യക്തി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ സംസ്കാരമാണ് വിഷയം. It is the culture during that person was living. അങ്ങനെയാണെങ്കിൽ നോഹയുടെ കാലം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം That means the time of Noah. നോഹ ജീവിച്ചിരുന്ന കാലത്തെ സംസ്കാരം ചരിത്രത്തിൽ മടങ്ങി വരും. It is the culture that Noah had when he was living will come back. ഇന്ന് രാത്രി ഇതൊന്ന് അകത്തോട്ട് കയറിയാൽ ഞാൻ സ്തോത്രം ചെയ്യുന്ന രാത്രിയാണ്. If this comes within your heart, I am glad tonight. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, പണ്ട് കഷായം കുടിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരൊക്കെയല്ലേ ഇവിടെ ഇരിക്കുന്നത്. There are people who gave the Indian medicine here. ഓർമ്മയുണ്ടോ പഴയ കഷായം? You know the Ayurvedic medicines that you used to get. ആ കരപ്പന്റെ കാലത്തെ You know when you would have rashes on your body, മാതാപിതാക്കൾ മുട്ടിനിടയിലോട്ട് കൊണ്ട് പിടിച്ചു നിർത്തി they will hold you between their knees. കൈ രണ്ടും കൂടെ പുറകെ പിടിച്ചൊരു They കെട്ട് will കെട്ടി lock your hands. കടുങ്കാപ്പിയുടെ കളറുള്ള ഈ കട്ടിക്കഷായം വായിലോട്ട് ഒഴിച്ചു തരുമ്പോഴേ And they will take the medicine that is dark in color and put it in അത്ര your mouth. സുഖകരമൊന്നും അല്ലിത്. It is not a pleasant experience. എന്നിട്ടും ഇതങ്ങോട്ട് ചെലുത്തിയച്ച് വായിൽ ഇച്ചിരി ചക്കരയൊക്കെ തൂത്ത് കൊടുത്ത് കൊച്ചിനെ മയക്കുന്നതിന്റെ കാര്യം എന്നറിയാമോ? And after they give the medicine, they give something sweet and they try to calm the child. ഏടാ ഇവത്തെ രണ്ടു തോടം അകത്ത് കയറിയാൽ പിത്തശൂല മാറുമെന്ന് ഉറപ്പാ. They know even it is so bitter, if it goes inside, he will be healed. ഒത്തിരി ഒന്ന് സ്തോത്രം പറഞ്ഞില്ലെങ്കിലും ഇവത്തെ ഒരു തോടം നിങ്ങളുടെ അകത്ത് കയറിയ കാഴ്ചപ്പാട് മാറും. If you don't have to say 1000 of Sotram, if this comes within you, you will be changed. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. Therefore, pay attention. എന്താണ് നോഹയുടെ കാലം? What is the time of Noah? അതുകൊണ്ട് ഈ രാത്രി ആ ഭാഗത്തുള്ള ദൈവിക ഉദ്ദേശം ഗ്രഹിക്കാൻ നമ്മുടെ കണ്ണ് തുറക്കണം. Oh, we need to understand the concept that's lying behind it. ഒരിക്കലും ഒരു യോഗം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോ ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ക്ലാസ് എടുത്ത് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു പയ്യൻ പുറകെ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റേ നിക്കണം ഒരു സംശയമുണ്ട്. After taking a class in Genesis, I was leaving a church. One young man came to me, Pastor, I have a question. ഗുണമാകാനുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് നാക്ക് പുറത്തിടാൻ വയ്യ നിൽക്കുന്ന സാഹചര്യത്തിൽ മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ച് ചെവി ഓർത്തപ്പോ അവൻ ചോദിക്കുക, കായിന് ഭാര്യ എവിടെ കിട്ടി? He was asking me a question. He wanted to put me like, where did Cain get his wife from? ഈ 2 മണിക്കൂർ തൊണ്ടയിട്ട് അലച്ച് പ്രസംഗിച്ചോണ്ടിരിക്കും ഇവൻ വല്ലോന്റെ ഭാര്യയുടെ കാര്യം ധ്യാനിച്ചോണ്ടിരിക്കുകയായിരുന്നു. For the 2 hours I was preaching and he was thinking about somebody else's wife. ഈ പറയുന്ന കാര്യം എന്താണെന്ന് ഏകാഗ്രമായി ചിന്തിക്കാനിടയായാൽ നിങ്ങൾ ദൈവത്താൽ ധന്യരാകപ്പെടും. What if I say, if you can pay attention and get in within you, you are going to be blessed. ഈ നോഹയുടെ കാലം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിന്റെ സംസ്കാരത്തിലേക്ക് പോകണം. In order to understand the time of Noah, you have to go back to its culture. നിങ്ങൾ എന്നോടൊപ്പം വേഗം വരിക, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകാം. You have to go back, come with me to Genesis. എല്ലാവരും വേദപുസ്തകം തുറന്ന ആ ഭാഗം ധ്യാനിക്കുക. Everybody open the Bible and read that portion. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായങ്ങളിൽ In the first chapters of book of Genesis, 4-ാം അധ്യായത്തിൽ നോഹയുടെ ചരിത്ര പശ്ചാത്തലം വിശദീകരിക്കുന്നുണ്ട്. we see in chapter 4 about Noah. നിങ്ങൾക്കറിയാമോ നോഹയുടെ അപ്പൻ ആരാണെന്ന്? You know who is the father of Noah? ലാമേക്കാണ് നോഹയുടെ അപ്പൻ. It is Lamech. ലാമേക്കിന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? You know who is the father of Lamech? മെതുശലേഹാണ് ലാമേക്കിന്റെ അപ്പൻ. It is Methuselah. മെതുശലേഹിന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? You know who is the father of Methuselah? ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്കാണ് മെതുശലേഹിന്റെ It അപ്പൻ. was Enoch who was taken up. അപ്പോൾ മെതുശലേഹന്റെ മകൻ ഹാനോക്കിന്റെ മെതുശലേഹിന്റെ മകൻ ലാമേക്കിന്റെ മകനാണ് നോഹ. Methuselah's son Lamech, Lamech's son is Noah. ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ ആദമിന്റെ 7-ാം തലമുറയിൽപ്പെട്ട കുടുംബാംഗമാണ് ആദം മുതൽ 7-ാമനായ ദൈവത്തിന് സ്തോത്രം ഉടലെടുക്കപ്പെട്ട ഹാനോക്ക്. From Adam to Enoch was 7 generations. ആ 7-ാം ജനറേഷന്റെ അടുത്ത സന്തതിയാണ് 969 വർഷം ജീവിച്ചിരുന്ന മെതുശലേഹ്. And after the 7th generation, it is Methuselah who lived for 969 years. മെതുശലേഹിന്റെ മകനാണ് ലാമേക്ക്. And Methuselah's son is Lamech. ലാമേക്കിന്റെ മകനാണ് നോഹ. And Lamech's son is Noah. അങ്ങനെയാണെങ്കിൽ നോഹയുടെ കാലം ഏതാണെന്ന് ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ 7-ാം തലമുറയുടെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കണം. In order to understand the time of Noah, you need to know the generation and the lifestyle of the 7th generation. നമുക്കറിയാം ആദ്യത്തെ മാതാപിതാക്കൾ ആദം ഹവ്വമാർ. We know the first parents, Adam and Eve. അവർക്ക് 2 മക്കൾ. They had 2 children. ഒരുത്തൻ മറ്റൊരുത്തരെ കൊന്നു. One person killed the other. ആരാരെ കൊന്നു? Who killed whom? കായിൻ ഹാബേലിനെ കൊന്നു. Cain നിത്യതയുടെ തങ്കത്തെരുവീതിയിൽ ആദ്യം ചിറകടിച്ച് പറന്നു കയറിയ ദൈവത്തിന്റെ ദാസന്റെ പേര് പറയാമോ? ഹാനോക്ക്. ദൈവത്തിന് സ്തോത്രം. ഹാബേൽ. The first person who ascended into heaven. ഹാബേൽ. ഹാബേൽ നിത്യതയിൽ ആദ്യം കയറി ചെന്നവനാണ്. Abel was the first person who went into heaven. നിത്യതയിൽ എത്തിയ ആദ്യത്തെ വിശുദ്ധൻ സമൃദ്ധിയിലല്ല എത്തിയത്.
The first person who went into eternity, did not went in a luxurious way. അതൊക്കെ വിശദീകരിക്കാൻ ഒത്തിരിയുണ്ട്. There is much to explain. ഇതാ ഹാബേൽ കൊല്ലപ്പെട്ടു. Here Abel is being killed. കായിന്റെ തലമുറ മുൻപോട്ട് വരികയാണ്. Cain's generation is going. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം മുതൽ വായിച്ചാട്ടെ. Genesis chapter 4 verse 16. 4:16 വായിച്ചാട്ടെ. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട്. നമ്മൾ ഇന്ന് രാത്രി ശ്രദ്ധയോടെ ഗ്രഹിക്കുകയാണ് നോഹയുടെ കാലം എന്താണെന്ന്. We are going to understand how is the time of Noah. അപ്പോൾ നോഹയുടെ കാലം ഗ്രഹിക്കാൻ വേണ്ടി ഒരു 7-ാം ജനറേഷനിലേക്ക് എത്തി നോക്കുകയാണ്. We are looking into the 7th generation to study. ആദ്യത്തെ പിതാവ് ആരായിരുന്നു? Who was the first father? ആദ്യത്തെ പിതാവ് ആരായിരുന്നു? ആദം. ആദമിന്റെ മകൻ ആരാണ്? കായിൻ. കായിന്റെ പരമ്പര വരികയാണ്. വായിച്ചാട്ടെ. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. വായിച്ചാട്ടെ. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു. ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു. ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. ആ കായിന്റെ സന്തതി പണിതത് വീടല്ല, പട്ടണമാണ്. യഹോവ നിസി എന്നും എബനേസർ എന്നും ഒന്നുമല്ല പേരിട്ടത്. അവന്റെ മകന്റെ പേര് പട്ടണത്തിന് കൊടുത്തു. വായിച്ചാട്ടെ. ഹാനോക്കിന് ഈരദ് ജനിച്ചു. ഈരദ് മെഹൂയേലിനെ ജനിപ്പിച്ചു. മെഹൂയേൽ മെഥൂശയേലിനെ ജനിപ്പിച്ചു. മെഥൂശയേൽ ലാമെക്കിനെ ജനിപ്പിച്ചു. ലാമെക്ക് 2 ഭാര്യമാരെ എടുത്തു. ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ആദം മുതൽ 7-ാമനായ ഉടലോടെ എടുക്കപ്പെട്ട ഒരു ഹാനോക്ക് യൂദയുടെ ലേഖനത്തിലില്ലേ? അത് ശേത്ത് എന്ന ഒരു മകനെ ഹാബേൽ കൊല്ലപ്പെട്ട സ്ഥാനത്ത് ദൈവം കൊടുത്തതിന്റെ പിന്തുടർച്ചയായി ജനിച്ചതിന്റെ പിന്തുടർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ സംസ്കാരത്തിൽ മറ്റൊരാൾ കൂടെ ഉണ്ട്, ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്ക്. എന്നാൽ ഈ 7-ാം തലമുറയിൽ ഇവിടെ ഇതാ ഒരു ലാമേക്ക്. ആദം, നിങ്ങൾ ശ്രദ്ധിക്കും, ബൈബിളിലേക്ക് നിങ്ങൾ നോക്കുക. 1-ാമത്തെ പിതാവ് ആദം, ആദമിന്റെ മകൻ കായിൻ, കായിന്റെ മകൻ ഹാനോക്ക്, ഹാനോക്കിന്റെ മകൻ ഇരാദ്, ഈരാദിന്റെ മകൻ മെഹൂയേൽ, മെഹൂയേലിന്റെ മകൻ മെഥൂശയേൽ, മെഥൂശയേലിന്റെ മകൻ ലാമേക്ക്. അങ്ങനെയെങ്കിൽ ആദം മുതൽ 7-ാമത്തവൻ ലാമേക്ക്. നോക്കുക, ഉടലോടെ എടുക്കപ്പെട്ട ദൈവത്തിന്റെ ദാസൻ ഹാനോക്കിന്റെ വല്യപ്പനായ ശേത്തിന്റെ ജനറേഷനിൽ ഹാനോക്ക് അവിടുത്തെ 7-ാം തലമുറയിൽ. അപ്പോൾ ഒരു മതിൽക്കെട്ടിനിപ്പുറത്ത് ലൗകികനും ചെകുത്താന്റെ സന്തതിയുമായ കായിന്റെ കൊച്ചുമകൻ ലാമേക്ക്, ഒരു മതിൽക്കെട്ടിനിപ്പുറത്ത് ദർശനം പ്രാപിച്ചവനും ഉടലോടെ എടുക്കപ്പെട്ടവനുമായ ഹാനോക്ക്. ഇതിൽ ലാമേക്ക് ജീവിച്ചിരുന്ന കാലം അവന്റെ കുടുംബത്തിലേക്ക് നമുക്ക് നിർത്തി നോക്കുമ്പോൾ ഹാനോക്ക് ജീവിച്ചിരുന്ന കാലത്തെ സംസ്കാരം ഗ്രഹിക്കാം. വായിച്ചാട്ടെ. ലാമെക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരു ഭാര്യയെ പോരാ, Lamech took 2 wives. 2 ഭാര്യമാരെ വേണം. He had 2 wives. അതുവരെ ഏക ഭാര്യ വ്യവസ്ഥയായിരുന്നു. Till then it was only 1 wife. ഇപ്പൊ 2 ഭാര്യമാരെ വേണം. Now he wants 2 wives. അപ്പോ ഇവരെ എടുക്കാനുള്ള മുഖാന്തരം എന്താണെന്ന് ആ വാക്യത്തിന്റെ വ്യാഖ്യാനത്തിൽ ഗ്രഹിക്കാം. Now we will understand why he took 2 wives. വേദപുസ്തകത്തിലെ പേരുകൾക്ക് അർത്ഥമുണ്ട്. There is meanings for each ആദം എന്ന വാക്കിന്റെ അർത്ഥം ചുവന്നവൻ. Adam means the one who is red. കായീൻ എന്ന വാക്കിന്റെ അർത്ഥം കുന്തം. കുന്തം. It's a javelin. ഇതുപോലെ ഓരോ വാക്യത്തിൽ പേരുകൾക്ക് അർത്ഥമുണ്ട്. Every word has its own meaning. ഇതിൽ ഇതാ ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. Lamech had 2 wives. ഒരു ഭാര്യയുടെ പേര് 1 wife's name ആദാ. is Ada. ആദ എന്ന വാക്കിന്റെ അർത്ഥം അഡോൺ, അലങ്കൃത എന്നാണ്. Ada means adorn. അവൾ വയാ ബ്യൂട്ടി പാർലർ വഴിയാ വരുന്നത്. She goes through every beauty parlor. എന്ന് പറഞ്ഞാൽ ശരീരത്തെ അലങ്കൃതയായി ഇവൾ അവതരിപ്പിക്കുകയാണ്. She always beautifies her body. ഭക്തിയുള്ള മാതാക്കളെ ഓർത്തിന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God for holy mothers. നോഹയുടെ കാലം തിരിച്ചറിയണമെങ്കിൽ ലാമേക്കിന്റെ വീട്ടിലെ പശ്ചാത്തലം നോക്കിയാൽ മതി. In order to understand the time of Noah, you have to see the background setting of Lamech's house. ആദ എന്ന ഒരുത്തിയെ എടുത്തു. There is one woman named Ada. അതിലെ കുറച്ചു നാൾ കൊണ്ടു നടന്നു. He took her for a while. അവള് കൂടെ നടന്നു കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഇതാ സില്ല വരുന്നു. Then after that another woman Silla comes. സില്ല എന്ന് പറഞ്ഞാൽ നിഴൽ വീഴ്ത്തുന്ന, തിളങ്ങുന്ന, സ്വാധീന ശക്തിയുള്ള എന്നാണ്. That means Silla means she has the power to draw attention. കുടുംബജീവിതത്തിന്റെ അടിത്തറയായ വിവാഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ദൈവഹിതത്തെക്കാൾ കണ്ണിന് ഇമ്പകരമായിട്ടായിരുന്നു. You know, even the decision for marriage more than the will of God, it was the lust of the eye. ഉൽപ്പത്തി 6 നിങ്ങൾ പഠിക്കണം.
we have to study Genesis 6. സ്ത്രീകൾ സൗന്ദര്യമുള്ളവർ എന്ന് കണ്ട് ബോധിച്ചവരെ ഭാര്യമാരാക്കി. Those women that were beautiful, they choose them as their own wives. പ്രളയം ആ തലമുറയെ നക്കി തുടയ്ക്കുന്നതിന് മുൻപ് സ്ത്രീ സൗന്ദര്യം സമൂഹവേദിയിലെ കച്ചവട ചരക്കായി മാറി. Before the flood came, beauty of the woman was something hot in the market. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ നോഹയുടെ കാലത്തേക്കൊന്ന് കണ്ണുയർത്തി നോക്കിക്കേ. Those who please look at the time of Noah. ഒത്തിരി പേരൊന്നും സ്തോത്രം പറയാൻ സാധ്യത ഇല്ല. Not much people can praise God. സ്വന്തം ശരീരത്തെ വിശുദ്ധമല്ലാതെ പ്രദർശിപ്പിക്കുന്ന സ്ത്രീകളുടെ കാലം അതായിരുന്നു നോഹയുടെ കാലം. At that time, women did not have a holy life and presented an ugly side. നീചന്മാരായ പുരുഷന്മാരുടെ കണ്ണുകൾ മ്ലേച്ഛതയിൽ കത്തി നിൽക്കുന്ന കാലം. Evil men cast their eyes upon them. വിവാഹത്തിന്റെ അടിത്തറ ദൈവഹിതമല്ല, കണ്ണിന് ഇമ്പകരമായ കാലം. Oh, foundation of marriage was not the will of God, what pleased their eyes. സ്വന്തം ശരീരത്തെ വിശുദ്ധമല്ലാതെ പ്രദർശിപ്പിച്ച് പരപുരുഷന്മാരുടെ ഹൃദയത്തിൽ ചേക്കേറേണ്ടതിന് വേണ്ടി കൊതിക്കുന്ന സ്ത്രീ സൗന്ദര്യ പ്രദർശന കാലഘട്ടം. And the time where the woman did not consider their body as holy and were God drawing the attention of men's heart. എന്റെ പ്രിയപ്പെട്ടവരെ, ചില ജീൻസ് ഒക്കെ വലിച്ചു കയറ്റി ചില ബെന്യനൊക്കെ വലിച്ചിറക്കി നടക്കുന്നത് ചിലത് കണ്ടാൽ അമ്പോ എങ്ങനെ ഇതിനകത്ത് കയറിപ്പറ്റി അപ്പോ എന്ന് പാവപ്പെട്ടവൻ തലകുലുക്കി ചിന്തിക്കത്തക്ക വിധത്തിൽ ഈയേ എന്ന് പറഞ്ഞ് തല താഴ്ത്തുമ്പോഴും ചില ഹൈടെക് കൊച്ചമ്മമാരുടെ നടപ്പ് കണ്ടാൽ കായിന്റെ സന്തതി എന്നല്ലാതെ എന്നാ പറയാൻ. You see some people walking and you would doubt, my God, how did they fit into this clothing? How can we even look at it? And some even older generation do that. നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു. However you explain it, let me tell you something. വിശുദ്ധ ബൈബിളിന്റെ വെളിച്ചത്തിൽ In the light of Bible, ഈ വക പ്രവർത്തിക്കുന്നവർ നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു എന്നാണ് ബൈബിൾ ഭാഷ്യം. it says that God hates these kind of lifestyle. ഇതിനെ പ്രോത്സാഹിപ്പിച്ച് പറയാൻ ചില ഉപദേശിമാരും ഈ തലമുറയിലുണ്ട്. And in this generation there are some men of God who try to promote it. എന്നാൽ ആരും എന്നെ അംഗീകരിച്ചില്ലെങ്കിലും If nobody agrees with me, ഈ സന്ദേശത്തിന് സ്വർഗം അടിവരയിടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe heaven will highlight this message. സ്വന്തം ശരീരത്തിന്റെ ആന്തരിക ആകാര വടിവ്, Oh, the internal organs of your body. ഒരു പുരുഷന്റെ കണ്ണിൽ പ്രദർശിപ്പിക്കത്തക്ക വിധം The way a man's eyes could be cast on. വിശുദ്ധമല്ലാതെ വേഷം ധരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് മേശയിൽ കൈനീട്ടാൻ അവകാശമില്ല. A woman that does not wear modest dress does not have the right to extend her hand in the communion table. ഈരപ്പൻ മോഡൽ മീശയും The mustache that is very much striking. സിനിമാ സ്റ്റൈൽ ഹെയർ സ്റ്റൈലും Your hairstyle looks like a cinema star. എന്തിനേറെ ദൈവത്തിന് സ്തോത്രം ബർമൂഡ ടൈപ്പ് പാന്റും And your pants are like Bermudas. മൂക്കിൽ കാതിതെ ഒരുതരം പ്രത്യേക സംവിധാനത്തിന്റെ സൗന്ദര്യ പ്രദർശന വിഷയവും And in your nose you put some things. പലതും പ്രദർശിപ്പിച്ച് ആടിപ്പാടാനുള്ള വേദിയല്ല ദൈവസഭ, വിശുദ്ധന്മാരുടെ ആരാധനാ വേദിയാണ്. It is not the stage that you can demonstrate your worldly things and praise God. എന്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ വളരെ മണിക്കൂറുകൾ പറയേണ്ടതാ. There are much time needed to speak about it. അപ്പോൾ ഒന്ന്, കുടുംബ ജീവിതത്തിന്റെ അടിത്തറ തകർന്ന കാലം. It is a time when the basic foundation of family life has been സ്ത്രീ destroyed. സൗന്ദര്യം പ്രദർശന വിഷയമാക്കിയ കാലം. And the beautiness of a woman was hot in market. ബാഹ്യ സൗന്ദര്യത്തിന്റെ പേരിൽ മാത്രം വിവാഹം പൊടിപൊടിക്കുന്ന കാലം. At the time only on the external beauty people gave into marriage. അങ്ങനെയാണെങ്കിൽ നോഹയുടെ കാലം എന്ത്? What is the time of Noah? ഇനിയും പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് വായിച്ചാട്ടെ. Just keep on going down. ആദാ യാബാലിനെ പ്രസവിച്ചു. ആദാ യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും ഈ പശുപാലകന്മാർക്കും മഴത്തുള്ളിക്ക് അപ്പനുണ്ടോ എന്ന് യോബിന്റെ പുസ്തകത്തിന്റെ ചോദ്യമില്ലേ? There is a question in the book of Job, does the rain have a father? ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവാരാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്നൊക്കെ നിങ്ങൾ വായിച്ചു കേട്ടിട്ടില്ലേ? You know who is the modern father? It's Sigmund Freud. ഇതുപോലെ ബ്രീഡ് ചെയ്ത് പശുക്കളെ അത്യുൽപാദന ശേഷിയുള്ളത് ഉണ്ടാക്കി കൂടാരങ്ങളിൽ പാർത്ത് പശുക്കളെ കൂട്ടമായി ഉൽപ്പാദിപ്പിക്കുന്ന ഫാമിന്റെ അപ്പൂപ്പൻ ആരാണ് എന്ന് ചോദിച്ചാൽ കായിന്റെ കൊച്ചുമോന. You might add these breeding technologies that you use and you might say who is the founder of that? You will say it's the Cain. അടുത്ത വാക്യം, അവന്റെ സഹോദരന് യൂബാൽ എന്ന് പേർ. അടുത്ത അവന്റെ സഹോദരൻ യൂബാൽ എന്ന് പേർ. ഇവൻ കിന്നരവും വേണുവും കണ്ടോ, ഈ പ്രയോഗിക്കുന്ന കീബോർഡും കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളും ഒക്കെ ഉണ്ടാക്കിയവന്റെ വല്യപ്പൻ ആരാന്നറിയാമോ? അത് കായിന്റെ കൊച്ചുമോന. വായിച്ചാട്ടെ. സില്ല തൂബൽ കൈയിനെ പ്രസവിച്ചു. സില്ല തൂബൽ കൈയിനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ട് ഇരുമ്പ് കൊണ്ടുമുള്ള അങ്ങനെയാണെങ്കിൽ നിലം ഉഴുത് കുഴിച്ച് അയിരുകൾ കണ്ടെത്തി ലോഹങ്ങൾ ഖനനം ചെയ്ത് ഇരുമ്പ്, സ്വർണം ആദിയായ ഖനന സംവിധാനത്തിലൂടെ അയിരുകളുടെ ഉടമസ്ഥനായി ഖനിയുടെ ഓണറായി ഒരു പയ്യൻ മാറി. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ചുരുക്കി പറയാം,
സാമ്പത്തികമായി മാത്രമല്ല ടെക്നോളജിക്കലായി ആ തലമുറ കുതിച്ചുയർന്നു. Let me tell you, not only financially that generation rose up, but technically and technologically that generation raised up. ഒന്ന്, കുടുംബജീവിതത്തിന് അടിത്തറ തകർന്ന കാലം. One, the family life is destroyed. വിവാഹത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ കണ്ണിനിമ്പമായ സ്ത്രീ വസ്തുക്കളുടെ പ്രദർശന വിഷയമായ കാലം. The foundation of marriage was the women with beauty were in their eyes. ചിലരൊക്കെ കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞാൽ പാസ്റ്ററെ അങ്ങനെ അങ്ങ് കെട്ടാനൊക്കോ, പിള്ളേരൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ചാറ്റി വേണ്ടായോ വല്ലോ ഒന്ന് നടക്കാനെന്നാ പറയുന്നത്. But when you ask about marriage, some people, parents would say, Pastor, we cannot do marriage as usual. Children need to talk and they need to chat and then find out. അയ്യോ, കിണറുമല്ല കുളവുമല്ല കുളറെന്ന് പറഞ്ഞതുപോലെ എത്തി നിൽക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥയോർത്ത് ഞാൻ ഭാരപ്പെടുന്നു. I find it hard for the parents to make a tough decision. എന്നാലും ചാറ്റി കിട്ടുന്ന നോക്കിയാ പലതും ഈ ചീറ്റി പോന്നെ. And after a lot of chat, these things come into an end. നിങ്ങൾക്കറിയാമോ അത് പുതിയ വ്യവസ്ഥയല്ല പഴയ വ്യവസ്ഥയാ? It is an old system that they use. മമ്രയുടെ തോപ്പിൽ പുകയുന്ന യാഗപീഠത്തിന്റെ പുറകിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന അബ്രഹാമിന്റെ മകന് കല്യാണാലോചനയുടെ സമയം. And on Mamre, the mountains of Mamre, when Abraham was offering a sacrifice, he was praying for his son. വീട്ടിൽ ജനിച്ചു വളർന്ന ഇതാ അതെ ഒരു പ്രത്യേക വ്യക്തിയെ വിളിച്ച് അതെ തുടയെങ്കിൽ സത്യം ചെയ്യിച്ച് അവനെ അയച്ച് അറേഞ്ച്ഡ് മാരേജ് നടക്കുന്നു. He is sending one of his person, making a covenant and a promise with him, sending him for a wife for him. അതേ കാലഘട്ടത്തിൽ ലോത്തിന്റെ പെമ്മക്കട കല്യാണം ഡേറ്റിംഗ് സിസ്റ്റം. And at that same time Lot is having his children for marriage and it was the dating ഈ system. കത്തി ഇറങ്ങുന്നതിന് മുമ്പ് അതെ പ്രതിശ്രുത മരുമക്കളോട് ഈ അമ്മായിയപ്പൻ ചെന്ന് സംസാരിക്കുക. And before the fire comes, he is talking to his children. അപ്പൊ ഈ മരുമക്കൊക്കെ തോന്നിയത് അമ്മായിയപ്പൻ കളി പറയുന്നെന്നാ. He thought they were joking about it. അപ്പൊ മഹാദുഷ്ടന്മാരായ സോദോമ്യരുടെ ഇടയിൽ ചെന്ന് പാർത്ത ലോത്തിന്റെ കുടുംബത്തിലെ ഭാവി അമ്മാവിയപ്പനും ഭാവി മരുമക്കളും കൂടെ ഇടയ്ക്ക് കളി പറയാൻ കൂടുമായിരുന്നു. They used to, the in-laws and the family that were going to get into marriage with Lot's family, they used to joke around in the city. തന്റെ മക്കൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികളുമായി ഇടയ്ക്ക് കുടുംബ സദസ്സിൽ കളി പറഞ്ഞ് ഡേറ്റിംഗ് സിസ്റ്റത്തിലൂടെ നടന്ന കല്യാണം. Before their marriage, they used to have dating with their children and have enjoyment and speak jokes and have fun. എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കാര്യം ഞാൻ പറയട്ടെ. The children of God who pray, let me tell you something. പ്രാർത്ഥനയോടെ അബ്രഹാമിന്റെ വീട്ടിൽ വളർന്ന ഇസഹാക്കിന്റെ നടന്ന കല്യാണത്തിലെ പിൻതലമുറകൾ ഇന്നും പലസ്തീന മണ്ണിലുണ്ട്. Let me tell you, Abraham's descendants, Isaac, who was raised in a praying family, their descendants are still in Palestine. ഡേറ്റിംഗിൽ സ്വന്തമാക്കിയ ശപിക്കപ്പെട്ട അതേ സഹോദരന്റെ കുടുംബത്തിലെ ഒരു തലമുറയും ഭൂമുഖത്തില്ല കേട്ടോ. But the family that believed in dating, none of their family is on the surface of the earth. രാത്രി പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബ തകർച്ച ആധിപത്യം പുലർത്തിയ കാലം. Let me tell you, family destruction was great there. രണ്ട്, മനുഷ്യൻ ടെക്നോളജിക്കലായി കുതിച്ചുയർന്ന കാലം. Second, technology was rising. നിങ്ങൾക്കറിയാമോ ഈ കാലഘട്ടം? You know this age? എന്റെ പ്രിയപ്പെട്ടവരെ, ഏതാണ് 16-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ രാജാവിന്റെ സാമ്പത്തിക സഹായവുമായി ഈ മണ്ണ് തേടി വന്ന ക്രിസ്റ്റഫർ കൊളംബസ്. Christopher Columbus came to this America. ആദ്യമായി ഇവിടെ കാലൂന്നിയ വാർത്ത ഫ്രാൻസിലെ രാജാവിന്റെ ചെവിയിലെത്താൻ എടുത്ത കാലം 6 മാസമാണ്. It was 6 months that took the French king to know that he landed here. 74-ൽ കെന്നഡി ഇവിടെ വെടിയേറ്റ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശവസംസ്കാരം ലോകവ്യാപകമായി അതാത് സ്ഥലത്തിരുന്നു കൊണ്ട് ടിവിയിലൂടെ കണ്ടു. 74 when Kennedy was assassinated, it was broadcasted all over the world. ഇതാ 16-ാം നൂറ്റാണ്ടിൽ നടന്ന ആദ്യത്തെ രംഗം വാർത്ത തിരിച്ച് യൂറോപ്പിൽ എത്താൻ 6 മാസം എടുത്തു. 16th century, what happened? It took 6 months to transfer the news. 74-ലെ കെന്നഡിയുടെ ദുരന്തം അത് സംഭവം കഴിഞ്ഞ ടിവിയിലൂടെ അവർ നേരിട്ട് കണ്ടു. And 74 things that happened, it was broadcasted live. എന്നാൽ പെന്റഗൺ ദുരന്തം ഉണ്ടായപ്പോഴേ What happened to Pentagon? അവർ 6 മാസം കഴിഞ്ഞല്ലേ കണ്ടത് നാട്ടുകാർ. It was not 6 months later. അന്നേരം റെക്കോർഡ് ചെയ്ത് കണ്ടതല്ല. They did not see after recording. രണ്ടാം യാത്രാ വിമാനം അത് വേൾഡ് ട്രേഡ് സെന്ററിൽ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന സമയം ഞാൻ സൗദിയിൽ ഇരുന്നു കൊണ്ട് ഈ സംഭവം നേരിട്ട് കണ്ടു. And when the World Trade Center was being hit, I saw it live through Saudi. എന്താണ് പ്രളയത്തിന് മുൻപുള്ള അപ്പോഴത്തെ സാംസ്കാരികത? What is before the flood? What was their condition? മനുഷ്യൻ കണ്ടുപിടുത്തത്തിൽ കുതിച്ചുയർന്ന കാലം. In research, man was exceeding high. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ 2 വീട്ടിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. I am inviting you to 2 houses. ഒന്നൊരു മതിൽക്കെട്ടിനപ്പുറത്ത്
ഇതാ ലാമേക്കിന്റെ വീട്. One is Lamech's house beyond the fence. അദ്ദേഹത്തിന്റെ ഭാര്യമാർ സൗന്ദര്യമുള്ളവർ. His wife, both of them are beautiful. അവരുടെ ശരീരം പ്രദർശന വിഷയങ്ങൾ. If their bodies are exposed, അവരുടെ മക്കൾ ധനാഢ്യരും കുബേരരും. and their children are very rich and famous. ടെക്നോളജിക്കലായി കുതിച്ചുയർന്ന കുടുംബം. They are technologically updated. എന്നാൽ എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെ, My children who are sitting in front of me, ഇതേ സമയം മതിൽക്കെട്ടിനപ്പുറത്ത് at the same time on the other side of the wall, ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്ക്, there is Enoch who was taken up. അവന്റെ കൂടാരത്തിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നു. In his house there was the presence of God. എന്റെ ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം മുറിക്കകത്തേക്ക് ഇറങ്ങി വന്നു. Oh, the presence of God came into his house. ഹാനോക്കിനോട് ദൈവം പറഞ്ഞു, മോനെ, ഈ പ്രളയത്താൽ ഒരു തലമുറയെ ഞാൻ കൊല്ലും. Abba, he said to Enoch, I will take this generation by ഇന്ന് flood. രാത്രി പറയട്ടെ, ലോകം ഒരു ഒഴുക്കിനൊത്ത് ഒഴുകുമ്പോൾ അവിടുത്തെ സമൃദ്ധിയേക്കാൾ ദർശനമാണ് എനിക്ക് വലുത് എന്ന് കൊതിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? When the world flows in a high flow, how much more important is it the presence of God? എന്റെ പ്രസംഗം അവസാനിക്കും മുൻപ് ഞാൻ ചോദിക്കട്ടെ, Before my message ends, let me ask you, ലാമേക്കിന്റെ വീട്ടിലെ സമൃദ്ധി വേണോ അതോ ഹാനോക്കിന്റെ മുറിക്കുള്ളിൽ വ്യാപരിക്കുന്ന ദർശനം വേണോ? do you want the riches in the house of Lamech, or you want the presence of God in the house of Enoch? ഒരിക്കൽ കൂടെ ഇന്ന് രാത്രി ആരാധിക്കുന്ന യുവമക്കളെ ഞാൻ ചോദിക്കുന്നു, Oh, one more time, let me ask you, ലാമേക്കിന്റെ വീട്ടിൽ വെളിപ്പെടുന്ന സൗന്ദര്യം വേണോ അതോ ഹാനോക്കിന്റെ മുറിക്കകത്ത് വ്യാപരിക്കുന്ന ദർശനം വേണോ? do you want the beauty that is manifested in the house of Lamech, or do you want the presence of God manifested in the house of Enoch? എല്ലാവരും വിടക്കെന്ന് കണ്ടാലും, എല്ലാവരും വിടക്കെന്ന് കണ്ടാലും, If everybody sees it wrong, ആരും എനിക്ക് അംഗീകാരം തന്നില്ലെങ്കിലും, nobody agrees with me, എന്റെ കൂടെ പായലിരിക്കാൻ രണ്ടാമതൊരാളില്ലെങ്കിലും, if there is nobody to sit with me in എന്റെ prayer, മക്കൾ പോലും എന്നെ വിട്ടുപോയാലും, if even my children leave ഞാൻ me, പിടിച്ച പ്രമാണത്തിന് വേണ്ടി, what I believe, ഞാൻ പിടിച്ച പ്രമാണത്തിന് വേണ്ടി for what I believe, എന്റെ ഊർത്തശ്വാസം അവസാനിക്കുന്നത് വരെ when my last breath comes, നിൽക്കുമെന്ന് പറയാൻ ദർശനം പ്രാപിച്ച those who have the vision, I will stand. ആളുകളെ ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് അന്വേഷിക്കുന്നു. Oh, God is touching you. ഞാൻ ഇന്ന് രാത്രി കാണുക സ്വർഗം ഇതിന് മുകളിൽ തുറന്നു നിൽക്കുന്നു. I see heavens open. എന്റെ നാഥന്റെ കരം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്ന My രാത്രിയാണ്. God's hand is moving tonight. വെറുതെയല്ല ദൈവം ഇന്ന് രാത്രി നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. God did not bring you by accident. ദൈവത്തിന്റെ കോട്ടകളെ കവച്ചു വെച്ചുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച നിന്റെ മേൽ വ്യാപരിക്കുന്നു ഇന്ന് രാത്രി ദൈവശക്തിയുടെ വ്യാപാരം. Yeah, the power of God that is manifesting you is through the faith that is within you. ഈ രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കണ്ണെന്ന് ഉയർത്തി നോക്കുക. Those who are praying, lift up your eyes and look. ശ്രദ്ധിക്കണേ, നോഹയുടെ പെട്ടകത്തിൽ എത്ര പേരുണ്ടായിരുന്നു? How many people were in the ark of Noah? എത്ര പേരുണ്ടായിരുന്നു? How many? 80 പേരോ? 80. എത്ര? 8 പേർ. ബാക്കിയുള്ളവരെല്ലാം എവിടെ പോയി? This was 8. Where were the others? ഞാൻ ചോദിക്കട്ടെ, 365 വർഷം ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിന്റെ കൊച്ചുമക്കളും മക്കളും കൊണ്ട് പെട്ടകം നിറയാൻ ആള് കാണുകയായിരുന്നു. Even if Enoch walked for 365 years, and his children should be there too, right? 969 വർഷം ജീവിച്ചിരുന്ന മെതുശലേഖിന്റെ മക്കളും കൊച്ചുമക്കളും ഉണ്ടായിരുന്നെങ്കിൽ പെട്ടകം നിറയാൻ ആളുകളായിരുന്നു. Methuselah, who lived for 969 years, if his children was there, won't the ark be full? 777 കൊല്ലം ജീവിച്ചിരുന്ന നോഹയുടെ അപ്പന്റെ മറ്റു മക്കളും കൊച്ചുമക്കളും ഉണ്ടായിരുന്നെങ്കിൽ പെട്ടകം നിറയാൻ ആളുകളായിരുന്നു. Even Noah's other descendants, if they were there, it would have filled the ark. ഇതിനകത്ത് തന്നെ 8 പേര് ശേഷിച്ചേ. Why 8 people? അതിന്റെ അർത്ഥം പ്രളയത്തിന് മുൻപ് ബാക്കി 99 പേർ തന്നെ കായിന്റെ വഴിക്ക് തിരിഞ്ഞു. That means before the flood, 99% of them went the way of Cain. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. It will be same like the Son of Man, like Noah's time. ഒരുപറ്റ ഉണർവുകാർ പ്രസംഗിക്കുന്ന അന്ത്യകാലത്ത് ഭയങ്കര ഉണർവ് വരുന്നെന്ന്. There is a revival people preach, there will be great revival coming. എന്നാൽ ബൈബിൾ പറയുന്നു മുൻപേ വിശ്വാസ ത്യാഗം സംഭവിക്കണം. Before that, Bible says apostasy should happen. ആർക്കാണ് വിശ്വാസ ത്യാഗം? Who will have apostasy? അമോന്യനും മോവാബിനും അസ്തോദ്യനും ഹിന്ദുവിനും മുസൽമാനുമല്ല. It is not Moabites or Hindus or ഈ Muslims. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരിൽ 99 പേർ സഞ്ചരിച്ചും പെട്ടകത്തിന് പുറത്താകും. Oh, those who came for this faith will be 99% out. എന്നാൽ ആ സമയം ഞാനും എന്റെ തലമുറയും പെട്ടകത്തിനകത്ത് കാണും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? But how many of you believe me and my family will be inside the ark? എന്റെ ദൈവത്തിന്റെ കരം പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കാൻ തുടങ്ങുക. My God's hand is going to come and close the ark. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. It will be exactly like the time of Noah. കാണുന്നു ഇന്ന് രാത്രി ദൈവശക്തിയോടെ വ്യാപരിക്കുകയാണ്. I see the hand of God moving here. ആത്മാവ് രാത്രിയിലെ വ്യക്തികളുടെ കണ്ണുകളെ തുറക്കുന്ന രാത്രിയാണ്. Tonight God is opening certain people's eyes. എന്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കളുടെ അകം കത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. I know your heart is being burning ഈ tonight. യോഗത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. Oh, my heart is burning tonight. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ് ഇവിടെ വ്യാപരിക്കുന്നു.
വ്യാപരിക്കുന്നു. The presence that was manifested in the Horeb is well. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച മാതാവേ പിതാവേ നിന്റെ മേൽ പ്രത്യേക അഭിഷേകം ഇന്ന് രാത്രി കത്തിജ്വലിക്കുന്നു. Father, mother who came for the faith, there is a special anointing coming upon you. രാത്രി ദൈവശക്തി നിനക്കായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. Tonight the power of God is being manifested for you. രാത്രി നിന്നെ വെറുതെ മടക്കി വിടുകയില്ല. God will not leave you empty-handed tonight. രാത്രി വരെ പകരപ്പെട്ടിട്ടില്ലാത്തൊരു ദിവ്യവ്യാപാരം നിന്റെ മനുഷ്യരത്തിൽ വ്യാപരിക്കുന്ന രാത്രിയാണ്. Tonight there is going to be an impartation in your earthly bodies. ഒഴുക്കിനോ തൊഴുകാത്ത according to the flow of this time. ഈ പോക്കിനൊത്ത് പോകാത്ത You do not go according to the earth. ചേരെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ നടുത്തുണ്ണം തിന്നാത്ത In the town where they eat snakes, where you do not eat the middle portion. തലമുറയ്ക്കെതിരെ നിൽക്കുന്ന ഒരുപറ്റം ആളുകളെ ദൈവം അന്വേഷിക്കുന്നു. God is looking for certain poor people who stands against this generation. കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ. Let me tell you one more ഈ time. തലമുറയ്ക്കെതിരെ നിൽക്കുന്ന ഒരുപറ്റം ആളുകളെ ദൈവം A അന്വേഷിക്കുന്നു. group of people that stands against this generation. ശ്രദ്ധിച്ചു കേൾക്കണേ. Pay attention. അവസാനിപ്പിക്കും മുൻപ് Before I close. നോഹയുടെ കാലത്തെ ആളുകളെല്ലാം നിരീശ്വരവാദികളാണെന്ന് കരുതുന്നുണ്ടോ? You think before the time of the Noah people did not believe in God? കായീൻ നിരീശ്വരവാദിയായിരുന്നു. You think Cain did not believe in God? ബൈബിൾ പഠിച്ചാൽ കായീൻ നിരീശ്വരവാദി അല്ല. If you study Bible, Cain believed in താൻ God. എന്ത് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചു അത് അർപ്പിച്ചെന്നേ ഉള്ളൂ. What God expected from him, he offered. എന്താണ് പ്രതീക്ഷിച്ചത്? What he expected. അന്നത്തെ ഭൗതിക നേട്ടം കാർഷിക ഉൽപ്പന്നമാണ്. That his financial reward was his agricultural products. കാർഷിക ഉൽപ്പന്നം ദൈവത്തിൽ നിന്ന് കൂടുതൽ സമൃദ്ധിയുടെ വിളവ് പ്രതീക്ഷിച്ചതിനാൽ അത് അങ്ങോട്ട് അർപ്പിച്ചു. He expected more increase in his field, that's why he offered that. അങ്ങനെയാണെങ്കിൽ നിരീശ്വരവാദിയല്ല, ഭൗതിക സമ്പത്ത് കൊതിച്ച ദൈവവിശ്വാസിയായിരുന്നു കായീൻ. That means that he expected an increase and believed in God for the increase. എന്നാൽ നോഹയുടെ പ്രസംഗം എന്താണെന്നറിയാമോ? You know what is the preaching of Noah? നശിക്കുന്ന ഭൂമിയിൽ കാലൂന്നി നിന്നുകൊണ്ട് Standing in the world that is going to be destroyed. നശിക്കാത്ത ഭൂമിയുടെ ദർശനം പ്രസംഗിച്ചു. Seeing and preaching about a place that is not going to എന്താ be ഇന്നത്തെ പ്രശ്നം? What is the question? കല്ലറയ്ക്ക് ഇപ്പുറം കൊണ്ട് നേടേണ്ട നേട്ടം വിദഗ്ധമായി പ്രസംഗിക്കും. Oh, he is preaching something things that you need to earn before your എന്നാൽ life. സ്വർഗം ആഗ്രഹിക്കുന്നത് But what heaven desires, നശിക്കുന്ന ഭൂമിയിൽ നിന്നുകൊണ്ട് നശിക്കാത്ത ഭൂമിയുടെ ദർശനം പ്രസംഗിക്കണം. in the world that is going to perish, you have to have a vision of the unperishable ഈ land. ഹോളിൽ ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. Tonight the presence of God is ഒരു moving. നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. 1 minute shall we pray. എല്ലാ നാവുകളും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. Every tongue shall praising God. ഒരു വാ പോലും ഇന്ന് രാത്രി അടഞ്ഞിരിക്കരുത്. Oh, no mouth should be closed. ഇന്ന് രാത്രി ഇവിടെ ചില വ്യക്തികളുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന രാത്രിയാണ്. Anointing is being poured out tonight. പരിശുദ്ധാത്മാവിന്റെ തീയുടെ വ്യാപാരം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. The fire of the Holy Spirit is being manifested. നിങ്ങൾ ഇരിക്കുന്ന കസേരകളിലാണെങ്കിലും നിങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. Even you are being in a chair, the presence of God is moving. യേശുവിന്റെ കരം ചില വ്യക്തികളെ തൊടുന്ന The രാത്രിയാണ്. hand of Jesus is being manifested. മുൻപോട്ട് നീങ്ങാൻ കഴിയാത്ത വിധത്തിൽ നിനക്കെതിരെ ഉയർന്നിൽക്കുന്ന ഉരുക്ക് കോട്ടകളെ തകർക്കാൻ ഈ രാത്രി ദൈവശക്തിയുടെ കനത്തെ അഭിഷേകം നിനക്കായി വ്യാപരിക്കുന്നു. You cannot go forward, but the gates of those iron gates are going to be broken. ഈ രാത്രി ഒരു ദൈവ പ്രവർത്തിക്കായി കൊതിക്കുന്ന എത്ര പേര് ഇവിടെ How many of you are eager for a work of God ഈ tonight? രാത്രി ദൈവ പ്രവർത്തിക്കായി കൊതിക്കുന്ന എത്ര പേര് ഈ രാത്രി How many of you are wanting for a work of God tonight? വിശ്വസിക്കുന്ന നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ ദൈവത്തിന്റെ കരം ഈ രാത്രി ഉയരും. If you believe according to your prayer, the hand of the Lord is going to be manifested. പ്രാർത്ഥിക്കാതെ തന്നെ ചില രോഗശാന്തികൾ ഇതിൽ സംഭവിക്കും. Without laying hands itself, some sickness are going to depart. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. The God of miracles has not ഈ died. രാത്രി യോഗം പിരിഞ്ഞു നീ എഴുന്നേൽക്കുന്നതിന് മുൻപ് നിന്റെ വിഷയത്തെ ദൈവാത്മാവ് തൊടുന്ന രാത്രിയായി. Before you leave the sanctuary, God is going to touch you. ദൈവത്തിന്റെ തേജസ്സിന്റെ വ്യാപാരം നിന്റെ മേൽ വ്യാപരിക്കുന്നു. The glory of God is going to descend on you. ഹോരേബിൽ ദൈവത്തിന്റെ തീ മുൾപ്പറപ്പിനെ മൂടിയതുപോലെ If in Horeb the presence of God covered the bush, ഒരു കൃമികീടങ്ങൾക്കും നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു തീയുടെ അഭിഷേകം മുൾപ്പറപ്പിന് മേൽ വന്നതുപോലെ if no worm could stand there and the anointing of God came there, ഒരു ഈജിപ്ഷ്യൻ മന്ത്രവാദിക്കും ബന്ധിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവശക്തിയുടെ വ്യാപാരം നിന്റെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ഓരോ സിരകളുടെ മേലും ആത്മമണ്ഡലത്തിൽ പ്രവഹിക്കുന്ന രാത്രിയാണ്. if any Egyptian magician could not stop you, the power of God is being manifested on you. ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദർശനത്തിനായി സ്വർഗ്ഗം നിന്നെ കണ്ണു തുറക്കുകയാണ്. If you praise God, God is going to give you a spiritual vision. നിന്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും അറിയത്തക്ക വിധം ദൈവാത്മാവിന്റെ വ്യാപാരം ഈ രാത്രി The വ്യാപരിക്കുന്നു. presence of God will be known by each cell in your body. പരിശുദ്ധാത്മാവിന്റെ രാത്രി യോഗത്തിന് നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. Holy Spirit is taking control over the meeting. എല്ലാ കൃപ ലഭിച്ച ദൈവമക്കളും പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. Every person be in a prayerful attitude. ഓരോ നാവുകളിലും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. Every mouth start praising God. എല്ലാവരും ഒരു നിമിഷം ദൈവത്തിന് എഴുന്നേറ്റ് നിൽക്കാം. Shall we all rise in the presence of God? എല്ലാവരും ഒരു നിമിഷം ദൈവത്തിന് എഴുന്നേറ്റ് നിൽക്കാം. Shall we all rise? ആ രണ്ട് കരങ്ങൾ കർത്താവിന്റെ
കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ച് Lift both hands in the presence of God. ഒരു മിനിറ്റ് ദൈവമക്കൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു For 1 minute, shall you praise God? ഈ പ്രാർത്ഥന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാഥന്റെ കരം നിങ്ങളെ തൊടുന്ന രാത്രിയായി. As you are praying itself, the Almighty's hand is touching you. നിങ്ങളുടെ കടുങ്കട്ട് വീണ വിഷയത്തെ അഴിച്ചെടുക്കാൻ യേശുവിന്റെ കരം ഈ രാത്രി ഇവിടെ ചലിക്കുന്നുണ്ട്. Things that have been a knot, God is going to unloose it. നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിന്റെ ഭവനത്തിനെതിരെ ഉയർന്നു നിൽക്കുന്നു. Things that you cannot understand, things are going to be coming to an understanding. കരം നിനക്കായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. Tonight a hand is moving for you. ഈ രാത്രി പറയട്ടെ, കത്തി തൊടണ്ട, യേശുവിന്റെ കരം വ്യാപരിച്ചാൽ. No surgical instrument needs to be needed. His hand is more than enough. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സഹോദരി ഹോസ്പിറ്റൽ നേഴ്സായി ജോലി ചെയ്യുന്നു. I know a sister who worked as a nurse in a hospital. ജോലി കഴിഞ്ഞ റോഡ് ക്രോസ് ചെയ്ത് അവൾ വിശ്രമസ്ഥാനത്തേക്ക് പോകുമ്പോൾ After her job, she's going to a place of rest and she's crossing the road. എതിർവശത്തൂടെ പാഞ്ഞു വന്ന ഒരു കാർ അവളെ ഇടിച്ചു വീഴ്ത്തി. A car that came and hit her. തകർന്ന അവളുടെ ശരീരം നുറുങ്ങിപ്പോയി ഹോസ്പിറ്റലിലേക്ക് മടക്കം. Her body was damaged and taken into the hospital. 18 ഓപ്പറേഷനുകൾ. 18 more surgeries. അതിഭയങ്കരമായിരുന്നു കൊടിയ വേദന. Oh, great pain. അവൾ നാട്ടിൽ വന്നതോടെ കൊടിയ തലവേദന കൊണ്ട് മരണവെപ്രാളം. After she came to India, she had great headache and brain. രാത്രി ഉറങ്ങാൻ കഴിയാതെ She cannot sleep at night. തലയ്ക്ക് ചുറ്റും തോർത്ത് വലിച്ചു കെട്ടി She would tie a towel around her head. ജനലരികളിൽ പിടിച്ച് തൂങ്ങി നിന്ന് തലവേദന കൊണ്ട് നിലവിളിക്കുമായിരുന്നു. She will grab hold of the windows and because of great headache. ആ ദിവസങ്ങളിൽ കുമ്മനാട്ട് ജോൺ ഓസ്റ്റിന്റെ യോഗം നടക്കുന്നു. In those days, John Osteen was having meetings in ഏറ്റവും Kumanar. പുറകിൽ വന്ന ആ സഹോദരി The lady's sister came all the way to the back. തലവേദന നിമിത്തം വേദനിച്ചുകൊണ്ടിരിക്കുമ്പോൾ She was in great headache. ദൈവാത്മാവ് പറഞ്ഞു, The God Spirit of the Lord said, അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന്. by his stripes you are healed. നിന്റെ വേദനയുള്ള ഭാഗത്ത് കൈവച്ച് പറയുക. Oh, where you are hurting right now, put your hands. യേശു തൊടാൻ തുടങ്ങുകയാണ്. Jesus is going to touch you. എന്തിനേറെ അവൾ കൈവച്ച് പറയാൻ തുടങ്ങി. And she started saying, അന്നേരം മാറ്റം ഉണ്ടായില്ല. nothing happened. വീട്ടിൽ പോയി കിടക്കുകയാണ്. When she's went home and രാത്രി തലവേദനിക്കുന്നുണ്ടെങ്കിൽ ഉറക്കം വന്നു. but she's having headache, but she had a sleep. നെറ്റിയുടെ ചെന്നിയിൽ പഴയ സ്റ്റിച്ചിട്ട പാടുണ്ട്. There is signs where she had stitches. On her അറിയാതെ head. ചൊറിയാൻ തുടങ്ങി. She started scratching. അതിലൂടെ ചോര ഒഴുകാൻ തുടങ്ങി. Blood started coming out. എഴുന്നേറ്റ് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ She went into the mirror and looked herself. തലയ്ക്കകത്ത് നിന്ന് ഒരു ഗ്ലാസ് കഷണം പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. She saw a piece of glass coming out of her head. 18 കൊല്ലം മുൻപുള്ള ആക്സിഡന്റിൽ തലയ്ക്കകത്ത് കയറിപ്പോയ ഗ്ലാസ് പീസിനെ കത്തി തൊടാതെ പുറത്തെടുത്ത ശസ്ത്രക്രിയാ വിദഗ്ധൻ ഇന്ന് രാത്രി യോഗത്തിലെത്തിയിട്ടുണ്ട്. 18 years ago she had an accident, and after 18 years without any surgical instrument which the surgeon ignored, God pulled it out. നിന്റെ ഏത് ചോദ്യത്തിന്മേലും ആ കരം വ്യാപരിക്കും. Before every question his hand moves. ആ കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് If you lift those hands towards him ശബ്ദം ഉയർത്തി ആത്മാവിൽ പ്രാർത്ഥിക്കുമോ? with loud voice, can you praise him? ഒരു വ്യക്തി പോലും ഈ രാത്രി വായടച്ച് നിൽക്കരുത്. No man should be quiet here. ഇടത്തും വലത്തും നിൽക്കുന്നവരെ മറക്കുക. Forget the person left and right. മുൻപിലും പുറകിലും നിൽക്കുന്നവരെ മറക്കുക. Forget the person in front of ഈ you. രാത്രി വാ തുറന്ന് യേശുവിനോട് സംസാരിക്കുക. Open your mouth and start ഈ speaking. യോഗത്തിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സമയം, We are coming into the most crucial time of the ഈ meeting. യോഗത്തിന്റെ ഏറ്റവും വിലപ്പെട്ട വേള, Most precious moments. മേഘം പോലെ മൂടി നിൽക്കുന്ന ദൈവത്തിന്റെ തേജസ് As a cloud, the presence of God is ഈ hovering. ഓഡിറ്റോറിയത്തിന് മീതെ നിഴൽ വിരിച്ചിരിക്കുമ്പോൾ It is being manifested in the ഈ auditorium. കൂടിവരവിൽ കർത്താവിന്റെ കരം ചില വ്യക്തികളെ തൊടുവാൻ തുടങ്ങുന്നു. God's hand is touching certain people. ആ കരങ്ങൾ രണ്ടും നെഞ്ചോടൊന്ന് ചേർത്ത് Put പിടിച്ചു those hands towards your chest. തകർന്ന ഹൃദയത്തോടെ With a contrite spirit. ഈ ചോദ്യത്തിന് ആര് ഉത്തരം തരും? Who is going to give the answer to ഈ this question? വേദനയ്ക്ക് ആര് മറുപടി തരും? Who will give me an answer for my എന്റെ pain? ഹൃദയത്തിന്റെ തകർച്ചയിൽ നിന്ന് ആരെന്നെ ഉദ്ധരിക്കും? Who knows my pain of my heart? രാത്രിയുടെ ഏകാന്തതകളിൽ തലമുണപൊത്തി കരയുന്ന എന്റെ ചോദ്യത്തിന് പരിഹാരം എവിടെയുണ്ടാകും? At night you cry out and on your pillow. Who will give me an answer? എല്ലാവരും ഞാൻ അവഗണിക്കപ്പെടുകയാണോ? Everybody is mocking at me. എന്റെ കുടുംബം കെട്ടോടെ തകരുകയാണോ? My family is being under എന്റെ destruction. അധ്യായം ഇതുകൊണ്ട് അവസാനിക്കുകയാണോ? Will my chapter end by this? ഈ രാത്രിയിൽ രക്തത്തിന്റെ ശക്തി നിനക്കായി വ്യാപരിക്കുന്നു. Tonight the power of the blood of Jesus is കണ്ണുകൾ working. കാൽവറിയിലേക്ക് ഉയർത്തുക. Oh, focus on Calvary. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, The one who is crowned with thorns. മുഖത്ത രോമങ്ങൾ വലിച്ചു His പറിക്കപ്പെട്ടവനായി, facial hairs were pulled. വിലാവ് തകർക്കപ്പെട്ടവനായി, Oh, his chest was bruised. രക്തത്തിൽ കുളിച്ച യേശുവിലേക്ക്
faith in blood, Jesus. ഈ രാത്രി കണ്ണുകൾ ഉയർത്തി നോക്കുക. Look at him tonight. ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ രാത്രിയാണ്. Tonight is a night of deliverance. ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ രാത്രിയാണ്. Tonight is a night of deliverance. വിശ്വസിക്കുന്ന നിന്റെ ശരീരത്തിന്മേൽ അടയാളത്തോടെ ചില രോഗശാന്തികൾ സംഭവിക്കുന്നു. If you believe tonight with an evidence of a നിന്റെ sign, കുടുംബത്തിന്റെ കടുങ്കട്ടി രാത്രി അഴിയുന്നു. tonight he will take out the knot in your നിന്റെ family. കുടുംബത്തിന്റെ കടുങ്കട്ടുന്ന രാത്രി Tonight he അഴിയുന്നു. will take out the knot from your family. ഈ രാത്രി ഇങ്ങനെ ദൈവപ്രവർത്തികൾ സംഭവിക്കുന്നു. Oh, God is seeing you. ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ. Baba Samdara Ragadam ഞാൻ ഈ Hamdara. രാത്രി പറയട്ടെ, ഇന്ന് രാത്രി Tonight എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ. I need prayer, man of God. എനിക്ക് പ്രാർത്ഥന വേണം. I need prayer. ഈ തലമുറയ്ക്കെതിരെ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I would like to make that decision. മറ്റൊരാളോട് തുറന്നു പറയാൻ കഴിയാതെ There, I cannot talk to any man. ഉള്ളിൽ വേദനിക്കുന്ന ചില ചോദ്യങ്ങളുടെ മുൻപിൽ There are some questions that's bothering me. ഇന്ന് രാത്രി എനിക്ക് പ്രാർത്ഥന വേണം. I need prayer for that. ഇടത്തും വലത്തും നിൽക്കുന്നവരാരെന്ന് എനിക്ക് വിഷയമല്ല. It doesn't matter who is my എനിക്ക് left ഇന്ന് or right. രാത്രി പ്രാർത്ഥന വേണം. I need prayer tonight. ആഗ്രഹിക്കുന്നവർ മുൻപോട്ട് വന്നാട്ടെ. Those who need that prayer, please എല്ലാ come up front. കർത്തൃദാസന്മാരും ആത്മാവിൽ പ്രാർത്ഥിച്ചു നിൽക്കട്ടെ. Every man of God be in the spirit. മടിക്കാതെ ലജ്ജിക്കാതെ ധൈര്യമായി മുൻപോട്ട് വരിക. Without fear, come ഞങ്ങൾ forward. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കും. We are going to lay our hands and pray for you. അടയാളത്തോടെ ചില ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കും. With signs, some ഈ manifestation is going മീറ്റിംഗ് to. കഴിഞ്ഞ് നിങ്ങൾ മടങ്ങുന്നത് ചില വിടുതലുകളോടെ ആയിരിക്കും. Before you leave this meeting, there will be some signs. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില നിങ്ങളുടെ കുടുംബങ്ങൾക്കെതിരെ നിൽക്കുന്നു. What some people cannot understand, there are some ഇവിടെ ഈ things that പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവകരം നിങ്ങളുടെ വീട്ടിൽ ചലിക്കും. while you're praying, things are happening in your home. ഞാനിന്ന് രാത്രി കാണുന്നു യേശുവിന്റെ കരം ചില കുടുംബങ്ങളെ തൊടുകയാണ്. I see in some families, hand of God is മനസ്സിലാക്കാൻ കഴിയാത്ത ചില കുടുംബങ്ങളുടെ നേരെ ഉയർന്നു നിൽക്കുന്നുണ്ട്. certain families that cannot be understood. ഈ രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. Children of God, please keep on സ്റ്റേജിൽ praying. നിൽക്കുന്ന കർത്തൃദാസന്മാർ എന്നോടൊപ്പം പ്രാർത്ഥിക്കണം. Men of God on the stage, please pray. കരത്താൽ വഹിച്ചു എന്നെ എന്ന പാട്ട് We will be singing a song. എല്ലാ ദൈവമക്കളും വലത് അത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, Every person raise your hand. എല്ലാ സഹോദരങ്ങളും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് Every brother raise your hand. ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ You might be you're praying in the ഇവിടെ spirit. പാടാൻ തുടങ്ങുകയാണ്. We are going to sing. നിങ്ങൾ ആരും ഇന്ന് രാത്രി മൗനമായി നിൽക്കരുത്. Nobody should be quiet. ദൈവമക്കളോട് കർത്തൃദാസന്മാരോട് ഞാൻ പറയട്ടെ, To men of God, let me tell. ഞങ്ങളുടെ പ്രത്യേക അധികാരമല്ല ഇവിടെ വ്യാപരിക്കുന്നത്. It is not our authority that is being ചില manifested. ദൈവപ്രവർത്തികൾ ഈ രാത്രി ഇവിടെ സംഭവിക്കും. It is power of God that is going to be നിങ്ങൾ manifested. ശ്രദ്ധിച്ചു കേൾക്കണേ. Pay attention. കെ ഇ എബ്രഹാം എന്ന ദൈവദാസൻ Okay, Abraham, Pastor. കരിമൂർഖൻ കടിച്ച റാഹേലമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ When you were Rachel Amma, who was bit by a cobra, പരിഹസിക്കുന്നവരുടെ ഇടയിൽ ദൈവശക്തി വ്യാപരിച്ചു. by people who are mocking, God's hand was moving. കരിമൂർഖൻ കൊത്തിയ കൈയെടുത്ത് കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. King Cobra bit a lady. ആ സമയം ആ ദൈവദാസൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. This man of God said like this. ശ്രദ്ധിച്ചു കേൾക്കണം. ആ ദൈവദാസൻ പറഞ്ഞ വാക്കുകൾ The ഇങ്ങനെയാണ്. man of God said like this. ഉണ്ണൂണ്ണി സാറ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. Pastor K. Abraham said like this. എന്റെ വായിൽ ഉയരുന്ന അന്യഭാഷയുടെ വാക്കുകൾ കൊണ്ട് The tongues that was coming through my mouth, റാഹേലമ്മയുടെ രക്തധമനികളിൽ ഒഴുകുന്ന through the veins of Rachel Amma, കരിമൂർഖന്റെ വിഷത്തെ ദൈവാത്മാവ് ശാസിക്കുന്നത് God was rebuking the poison. എനിക്ക് ആത്മാവിൽ മനസ്സിലായി. I knew one thing. ഇന്ന് രാത്രി ഇത്രയും ദൈവദാസന്മാർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, When these men of God, when they start praying, ഇത്രയും ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, these children of God start ഈ praying. കുടുംബങ്ങളുടെ പുറകിൽ ഉയർന്നു നിൽക്കുന്ന ചിലതിനെ തൊടാൻ All these families that are standing here, യേശുവിന്റെ കരം ഉയരുന്നത് Jesus' hand. ആത്മാവിൽ മനസ്സിലാകുന്ന രാത്രിയാകാം. I see it in the spirit. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, Lift those hands. ആ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് Lift both your hands. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. All of you start praying. ഗ്ലോറി തിരുക്കരത്താൽ വഹിച്ചു എന്നെ. ദേവദാസന്മാരോട് വന്ന വഹിച്ചു എന്നെ ദൈവീയ വാഗ്ദത്തങ്ങൾ ദൈവപ്രവൃത്തിയെ തടയുന്ന ഇരുട്ടിന്റെ കരങ്ങളുടെ മേൽ കുശവ
മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ നീരത്തിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ നീരത്തിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാരേ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാരേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ തീരത്തിൽ പോലെ ഒഴുകുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ തീരത്തിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. ആ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടി കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്നേക്ക് 1 നൂറ്റാണ്ടിന് പുറകിൽ കേരളക്കരയിൽ ആഞ്ഞടിച്ച ഉണർവിൽ The revival that struck Kerala പാരമ്പര്യത്തിന്റെ കോട്ടകൾക്കകത്ത് നിന്ന് took away every traditional manner. ശരീരത്തെ പ്രദർശിപ്പിക്കുന്ന ആഭരണങ്ങൾ ഉൾപ്പെടെ Even is exposing your body, വലിച്ചു മാറ്റി taking away all those, ലാളിത്യത്തെ ജീവിതം കൊണ്ട് പ്രദർശിപ്പിച്ച് showing a luxurious lifestyle. വിശുദ്ധിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച പിതാക്കന്മാരുടെ പിൻതലമുറകളെ A generation of the forefathers who left everything തലമുറയുടെ ഒഴുക്കിനൊത്തൊഴുകാതെ without flowing like the flow of the ആ generation. തലമുറയിൽ ഒരു കുടുംബം വിശ്വാസത്തിന് വേണ്ടി നിന്നതുപോലെ In that generation, one family stood for the Lord. ഈ തലമുറയ്ക്കെതിരെ നിൽക്കുക.
stand against this generation. ഈ തലമുറയ്ക്കെതിരെ നിൽക്കുക. Stand against this generation. പുനരാഗമനം അടുത്തു. The coming is at hand. വിളിക്കപ്പെട്ടവരുടെ എണ്ണം ചുരുങ്ങുന്നു. The people who are called are little. പെട്ടകത്തിൽ ആള് കയറുന്നതിൽ ചുരുക്കമേ ഉള്ളൂ. Only few enter into the ark. ഈ തലമുറയുടെ ഒഴുക്കിനെതിരെ നിൽക്കാം. Stand against the flow of this generation. എന്റെ പ്രിയപ്പെട്ട കർത്തൃദാസന്മാരെ, Men of God, ഈ മണ്ണിൽ വിളയുന്ന നേട്ടങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കാതെ never preach for everything that you get from the earth. നശിക്കുന്ന ഭൂമിയിൽ കാലൂന്നി നിന്ന് Standing on the word that is going to be destroyed. നശിക്കാത്ത ഭൂമിയുടെ ദർശനം പ്രസംഗിക്കാം. Seeing an eternal vision. ഇന്ന് രാത്രിയിൽ അവസരം ഒരുക്കി കർത്തൃദാസനും പ്രിയപ്പെട്ടവർക്കും നന്ദി പ്രകാശിപ്പിച്ച് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ I അനുഗ്രഹിക്കട്ടെ. extend my greetings to my pastor. May the Lord richly bless you. ഇന്ന് രാത്രിയിലും ദൈവം നമ്മെ അനുഗ്രഹിച്ചല്ലോ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.